ഓക്കെ, അപ്പോൾ നമസ്കാരം. നമ്മൾ ഇന്ന് 6ാമത്തെ ദിവസത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. പ്രോബബിലിറ്റി തന്നെയാണ്, പുതിയ ടോപ്പിക് എടുക്കുന്നില്ല. ഇനി ഈ ഒരു മോഡ്യൂൾ നമ്മളിപ്പോൾ നോക്കുന്ന 6ാമത്തെ യൂണിറ്റാണ്, 6ാമത്തെ മോഡ്യൂളാണ്. അതിലെ ലാസ്റ്റ് സെക്ഷനാണ് പ്രോബബിലിറ്റി. പക്ഷെ അത് ചെറിയൊരു ടോപ്പിക് അല്ല, അത്യാവശ്യം നല്ല നല്ല ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ചെയ്തതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് പോയെന്നുള്ളൂ. ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനൊക്കെ എടുക്കുന്നേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ജസ്റ്റ് ഒന്ന് പ്രോബ്ലം ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെ പഠിച്ചു? എന്താണ് പ്രോബബിലിറ്റി എന്ന് പഠിച്ചു. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈവൻറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അഡീഷൻ തിയറം, ബേസിക്കായിട്ട് അഡീഷൻ തിയറം പഠിച്ചു. അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ തിയറം, കണ്ടീഷണൽ പ്രോബബിലിറ്റി, മൾട്ടിപ്ലിക്കേഷൻ തിയറം, പിന്നെ ടോട്ടൽ പ്രോബബിലിറ്റി തിയറം, അതുപോലെ ബേസ് തിയറം. ഇത്രയായി കഴിഞ്ഞാൽ +1 +2 ടോപ്പിക്ക് കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, മാത്സിൽ കേട്ടോ, +1 +2 മാത്സിൻ്റെ ടോപ്പിക്ക് കഴിഞ്ഞു. പക്ഷേ ഈ കൊമേഴ്സുകാരുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ +1 +2 അവസാനിക്കുന്നില്ല. അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ചിട്ട് നമ്മൾ സിലബസ് കഴിഞ്ഞു, രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിട്ടിരിക്കരുത്. കാരണം ഇനിയുള്ളത് വെറൈറ്റി ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബേസിക്കായിട്ട് നമുക്ക് എന്ത് വേണം? പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ആ ഒരു ടോപ്പിക്ക് നമുക്ക് അറിഞ്ഞിരിക്കണം. സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ട്, അതിൽ പെർമ്യൂട്ടേഷൻ അത്രയ്ക്ക് വേണ്ട, നമുക്ക് കോമ്പിനേഷനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു പുതിയൊരു ടോപ്പിക്ക്, പ്രത്യേകിച്ച് കുറേ കാലമായിട്ട്, പുതിയതല്ല, നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യം തന്നെയാണ്, ഫാക്ടോറിയൽ. എന്താണ് ഫാക്ടോറിയൽ എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്തിനാണ് നമ്മൾ ഫാക്ടോറിയൽ എന്ന് വിളിക്കുന്നത്? ഓക്കെ, ഫാക്ടോറിയൽ നൊട്ടേഷൻ. എന്താണ് ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്നുള്ളത് അല്ലേ? എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ മലയാളം വാക്ക് നോക്കിക്കോളൂ. ക്രമഗുണിതം എന്നാണ് പറയുന്നത്. ഫാക്ടോറിയലിൻ്റെ മലയാളം വാക്ക് ക്രമഗുണിതം എന്നാണ്. അതായത് 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ് കേട്ടോ. 0 ഫാക്ടോറിയലിൻ്റെ വാല്യൂ എത്രയാണ്? 0 അല്ല, 1 ആണ്. 0 ഫാക്ടോറിയൽ എത്രയാണ്? 1 ആണ്. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലോ 1 തന്നെയാണ്. 1 ഫാക്ടോറിയൽ എത്ര തന്നെയാണ്? 1 തന്നെയാണ്. 2 ഫാക്ടോറിയൽ, ഞാൻ ഫാക്ടോറിയലിൻ്റെ ഡെഫിനിഷൻ അങ്ങനെയൊന്നും പറയുന്നില്ല, എല്ലാം നമുക്ക് ആവശ്യമുള്ള പ്രോബ്ലത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 × 1 = എത്രയാണ്? 2. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലോ 3 × 2 × 1 = എത്രയാണ്? 6. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ പോരാ? എത്ര വരെ 4 ഫാക്ടോറിയൽ? 4 × 3 × 2 × 1 = എത്ര വരും? 24. ഓക്കെ, ജസ്റ്റ് ഒന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് n ഫാക്ടോറിയലിൽ എങ്ങനെ എഴുതാം? n × അതിനേക്കാൾ ഒരെണ്ണം കുറഞ്ഞു, n - 1 × ഒരെണ്ണം കൂടി കുറഞ്ഞു, n - 2 × അങ്ങനെ കുറഞ്ഞ് പോയിട്ട് അവസാനം 3 × 2 × 1 ഇതെത്തും. ഇതിന് പറയുന്ന പേരാണ് ഫാക്ടോറിയൽ നൊട്ടേഷൻ. ജസ്റ്റ് ഫാക്ടോറിയൽ കാണുന്ന വാല്യൂവിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഫാക്ടോറിയൽ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ, എല്ലാവരും നോട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതാണ് ഫാക്ടോറിയലിൻ്റെ വാല്യൂ. നമുക്കിവിടെ ഈ കോമ്പിനേഷൻ പഠിക്കുമ്പോൾ ഫാക്ടോറിയൽ യൂസ് വരുന്നുണ്ട്, അതുകൊണ്ട് എടുത്തുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് മെയിനായിട്ട് അതാണ് വേണ്ടത്. കുറച്ച് പ്രോപ്പർട്ടീസ് ആവശ്യമുണ്ട്. കൂടുതൽ ആൾക്കാർ ഒരാൾ കൂടി വന്നു. ഓക്കെ, അപ്പോൾ ഫാക്ടോറിയൽ മനസ്സിലായല്ലോ. 0 ഫാക്ടോറിയൽ 1, 1 ഫാക്ടോറിയൽ 1, 2 ഫാക്ടോറിയൽ തന്നെ 2 × 1, 3 ഫാക്ടോറിയൽ പറഞ്ഞാൽ 3 × 2 × 1, 4 ഫാക്ടോറിയൽ 4 × 3 × 2 × 1 കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഫാക്ടോറിയൽ കേട്ടോ. ഫാക്ടോറിയൽ കാണാൻ പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഈ ഫാക്ടോറിയലിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്കതാണ് വേണ്ടത്. ഫാക്ടോറിയലിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കേട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക്. അതായത് n ഫാക്ടോറിയലിന് നമുക്ക് n × n - 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. n ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? n × n - 1 ഫാക്ടോറിയൽ. നമുക്ക് നോക്കിയാൽ മതി. 3 ഫാക്ടോറിയലിനെ നമുക്ക് 3 ഫാക്ടോറിയലിനെ വേണമെങ്കിൽ 3 × 2 ഫാക്ടോറിയൽ എന്ന് എഴുതിയാലും സെയിം ആൻസറാണ്. 4 ഫാക്ടോറിയലിനെ നമുക്ക് 4 × 3 ഫാക്ടോറിയൽ നോക്കി നോക്കുക. 4 × 3 ഫാക്ടോറിയൽ 6 അല്ലേ? 6 × 4 24 കിട്ടി, കണ്ടോ? അപ്പോൾ ഈ 4 ഫാക്ടോറിയൽ അതും സെയിം തന്നെയല്ലേ? അപ്പോൾ അങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണ് പ്രോപ്പർട്ടി പറയുന്നത്? n ഫാക്ടോറിയലിന് നമുക്ക് n × n - 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ജസ്റ്റ്
ലേറ്റായിട്ട് വന്നവരോട് പറയാം, ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ, എന്താണ് ഫാക്ടോറിയൽ എന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തിയുള്ളൂ കേട്ടോ. ഫാക്ടോറിയൽ ജസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, പ്രോബ്ലത്തിലേക്ക് കാണാനാണ്, അല്ലാതെ കുറച്ച് ഈ ഫാക്ടോറിയൽ വെച്ചിട്ട് തിയറി, അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ മാത്സ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പറയാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് എന്താണ് ഫാക്ടോറിയൽ എന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ. ക്ലിയർ? ഈ NCERT വേണ്ട ഫാക്ടോറിയൽ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് ഫാക്ടോറിയൽ എങ്ങനെയാണ് വന്നത്, സീറോ ഫാക്ടോറിയൽ എങ്ങനെയാണ് വന്നു വന്നതിനൊക്കെ പ്രൂഫുണ്ടേ. അതൊക്കെ തൽക്കാലം അവിടെ വെച്ച് മാറ്റി വെച്ചേക്കാണ് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പോൾ ഇതിൽ N-ന് 1 കൊടുത്താൽ നോക്കി വെക്കുക. ഇതിൽ N-ന് 1 കൊടുത്താൽ എന്തുണ്ടാവുക? എല്ലാവർക്കും ഡൗട്ടായില്ലേ എന്താണ് സീറോ ഫാക്ടോറിയൽ 1 ആയെന്ന്? ഈ റിസൾട്ട് n ഫാക്ടർ നമുക്ക് n(n)-1 ഫാക്ടർ എന്ന് എഴുതി കൂടെ. അപ്പോൾ n = 1 എന്താ കൊടുത്താൽ n = 1 കൊടുത്ത് നോക്കുക. എന്താ വരിക? 1 ഫാക്ടോറിയൽ = 1 × 1 - 1 ഫാക്ടോറിയൽ. ആ 1 ഫാക്ടോറിയൽ = 0 ഫാക്ടോറിയൽ എന്ന് കിട്ടും അല്ലേ? അതായത് 1 = 0 ഫാക്ടോറിയൽ. ശരിയല്ലേ? അങ്ങനെയാണ് സീറോ ഫാക്ടോറിയലിൻ്റെ വാല്യൂ എന്താവുന്നത്? 1 ആവുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ സീറോ ഫാക്ടോറിയൽ 1 ഇനി എന്തുകൊണ്ടാണ് 1 ആയി എന്നുള്ള ഡൗട്ടില്ലല്ലോ. അഡ്ജസ്റ്റ്മെൻറ്റ് പ്രൂഫാണ്, ഫുൾ ഉടായ്പ് പ്രൂഫാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് സീറോ ഫാക്ടറി 1 ആണെന്ന് ഞാൻ കാണിച്ചാണ് കേട്ടോ. സീറോ ഫാക്ടറി 1 ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഒരു പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസിലൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, എന്താണ്, എന്തോ ഒരു ഫങ്ഷൻ വിളിക്കും, ഞാൻ വിട്ടുപോയി. എന്തോ ഒരു ഫങ്ഷൻ വിളിക്കട്ടെ, ഫാക്ടറി ഫങ്ഷനെ മറന്നുപോയി. ഓക്കെ, അത് പിന്നീട് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സീറോ ഫാക്ടോറിയൽ = 1, 1 ഫാക്ടോറിയൽ = 1 ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കൊണ്ടുവരുന്ന ഫംഗ്ഷനെ നമ്മളൊരു പ്രത്യേക ഒരു പേര് വിളിക്കുന്നുണ്ട്. അയ്യോ മറന്നു, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്ത് ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്നാ? നമ്മളെ ഫിബിനോസി സീരീസൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അയ്യോ ഓർമ്മ വരുന്നില്ല, എന്നാലും പിന്നെ നോക്കാം. അപ്പോൾ ഇതാണ് റിസൾട്ട്. തൽക്കാലം നമുക്ക് മറന്നു. ഇന്ന് എന്താണ് നമ്മുടെ ഈ റിസൾട്ട് നോക്കുക. n ഫാക്ടോറിയൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? n × n-1 ഫാക്ടോറിയൽ. അതിന് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചെയ്യാം. n × n-1 ഫാക്ടോറിയൽ. അപ്പോൾ എങ്ങനെ എഴുതാം? n-1 × n-2. അതിനേക്കാൾ ഒരെണ്ണം കുറയ്ക്കുക. അതായത് വീണ്ടും n-2 ഫാക്ടോറിയൽ എന്ത് ചെയ്തു? n-2 × ഒന്നുകൂടി കുറച്ചു n-3 ഫാക്ടോറിയൽ. അങ്ങനെ പോയിട്ട് അവസാനം ഇവിടെ എത്തിച്ചേരും കേട്ടോ. അങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാവണം. എന്താണ്? n × n-1 × n-2 അങ്ങനെ കുറഞ്ഞ് അവസാനം 3 × 2 × 1 ഇതാണ് റിസൾട്ട് n ഫാക്ടോറിയൽ. മനസ്സിലായോ? അപ്പോൾ n ഫാക്ടോറിയൽ എങ്ങനെ വന്നതെന്ന്. അപ്പോൾ ആ റിസൾട്ട് ഒന്ന് ഓർത്തുകൊള്ളണേ, മറക്കില്ലല്ലോ. ഈ റിസൾട്ട് ഒന്ന് നോട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. ശ്രദ്ധിക്കുക, ഞാൻ ആ ബോർഡിൽ കാണിച്ചത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ വൈറ്റ് ബോർഡിനെ നിങ്ങൾ നോക്കട്ടെ. അതിന് എൻ്റെ വൈറ്റ് ബോർഡിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. ആ ബോർഡിലുള്ളത് തന്നെയാണ് പറയുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടിയിട്ട് അതിൽ കൊടുത്തുന്നുള്ളൂ കേട്ടോ. സ്ക്രീന് 2 സ്ക്രീൻ ഉണ്ടെങ്കിൽ മറ്റേ സ്ക്രീന് വലുതാക്കി കാണണ്ട, വൈറ്റ് ബോർഡിനെ വലുതാക്കി കാണണ്ട. അതായിരിക്കും നമുക്ക് കാണാൻ എളുപ്പവഴി. ഓക്കെ, കണ്ണിന് നമുക്ക് അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ? ജസ്റ്റ് ബേസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രോബ്ലം ചെയ്ത് നോക്കാം നമുക്ക്, എന്താണ് ഞാൻ പറഞ്ഞതെന്ന്. ഈ ഒരു കാര്യം എന്തിനാണ് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് എൻ്റെ, ഇത് ശരിക്കും പറഞ്ഞാൽ മാത്സിൽ ചോദിക്കുന്നതാണ്. ഇപ്പം നമുക്കത് ആവശ്യമൊന്നുമില്ല, എങ്കിലും കോമ്പിനേഷൻ്റെ ഉള്ളിൽ ഫാക്ടോറിയൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഫാക്ടോറിയൽ ഇല്ലാതെ നമുക്ക് ചെയ്യാം, പേടിക്കൊന്നും വേണ്ട. എങ്കിലും ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, 7 ഫാക്ടോറിയൽ / 5 ഫാക്ടോറിയൽ നമ്മളോട് കാണാൻ പറഞ്ഞു. നമ്മുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഒന്നും ഇല്ല, അപ്പോൾ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ റിസ്ക് അല്ലേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. 7 ഫാക്ടോറിയൽ എന്ത് ചെയ്തു? 7 × ഒരെണ്ണം കുറച്ചു, 6 × ഒരെണ്ണം കുറച്ചു, 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം, / 5 ഫാക്ടോറിയൽ. അപ്പോൾ 5 ഫാക്ടോറിയലും 5 ഫാക്ടോറിയലും വെട്ടിപ്പോയി. മനസ്സിലായോ? അപ്പോൾ 6 7 42 അല്ലേ, 42 ആൻസറായി. ഇതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? പറഞ്ഞേ, എന്താണ് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിച്ചത്? മനസ്സിലായോ? 7 ഫാക്ടോറിയൽ / 5 ഫാക്ടോറിയലിൻ്റെ ആൻസർ കാണാൻ പറഞ്ഞെന്ന് വെക്കാം. അങ്ങനെ കാണാൻ പറഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ചിലപ്പോൾ 7 ഫാക്ടോറിയൽ ഇങ്ങനെ 7 × 6 × 4 ഫുൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വെട്ടിക്കളഞ്ഞാലും മതി. എങ്കിലും അത് കുറച്ചുകൂടി സമയം വേസ്റ്റിംഗ് അല്ലേ. അതുകൊണ്ട് 7 ഫാക്ടോറിയൽ / 5 ഫാക്ടോറിയൽ നമ്മൾ എന്ത് ചെയ്തു? 7 × ഒരെണ്ണം കുറച്ചു, 6 × ഒരെണ്ണം കുറച്ചു, 5 ഫാക്ടോറിയൽ / 5 ഫാക്ടോറിയൽ രണ്ടും തമ്മിൽ വെട്ടിപ്പോയി. ക്ലിയർ ആയോ? ഒരു എക്സാമ്പിൾ കൂടി നോക്കാം.
10 ഫാക്ടോറിയൽ അത്രയും 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 10 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇപ്പം എങ്ങനെ എഴുതുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 12 ഉണ്ട്, ഇവിടെ 10 ഉണ്ട് അല്ലേ. അപ്പോൾ 12നെ 10ലേക്ക് മാറ്റില്ലേ ചെയ്യണേ. അപ്പോൾ എന്ത് ചെയ്തു? 12 ഇൻറ്റു അതിൽ നിന്ന് ഒരെണ്ണം കുറച്ചു. അപ്പോൾ എത്ര വരിക? 12 നിന്ന് ഒരെണ്ണം കുറച്ചാൽ 11 ഇൻറ്റു വീണ്ടും ഒരെണ്ണം കുറച്ചു. അപ്പോൾ എത്ര വരും? 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 10 ഫാക്ടോറിയൽ ഇൻറ്റു 2. 10 ഫാക്ടോറിയൽ വെട്ടി 12ഉം 2ഉം വെട്ടി മുകളിൽ 6 ഇൻറ്റു 11 66. അത് ഈ ഒരു കാര്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി പഠിക്കാൻ പറഞ്ഞത്. മനസ്സിലായോ? നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിനിടയ്ക്ക് നമുക്കതിനെ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യം നടക്കും കേട്ടോ. ഇത് മാത്സിലാണ് വരുന്നത്. തൽക്കാലം സ്റ്റാറ്റിയിൽ ഇതൊന്നും ആവശ്യം വരുന്നില്ല. നമുക്ക് NCRൻ്റെ ഈ ഫാക്ടോറിയൽ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. ഫാക്ടോറിയൽ വെച്ചിട്ടാണ് ഡെഫിനേഷൻ എങ്കിലും ഫാക്ടോറിയൽ ഇല്ലാതെ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? സ്പീഡില്ലല്ലോ? ക്ലിയർ അല്ലേ? നോട്ട് ചെയ്യാൻ പറ്റില്ലോ അല്ലേ? നമുക്കിപ്പോൾ മാത്സിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ. ഈ ഫാക്ടോറിയൽ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് കുറേ അധികം പഠിക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പേരിന് 2 എണ്ണം എടുത്തുന്നുള്ളൂ. ശരിക്കും നിങ്ങൾ മാത്സ് പഠിക്കുന്ന സമയത്ത് ഈ ഫാക്ടോറിയൽ എന്നുള്ള പറയുന്ന സെക്ഷൻ വെച്ചിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അതെല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കണം പിന്നീട്. തൽക്കാലം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയ ഒരു ക്വസ്റ്റ്യൻ ഫാക്ടോറിയൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. x/10 ഫാക്ടോറിയൽ ഈക്വൽ ടു 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഫാക്ടോറിയൽ യൂസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചധികം നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഫാക്ടോറിനെ അങ്ങോട്ട് മിക്സ് ആക്കിയിട്ടേ നമുക്ക് വലിയൊരു പോളിനോമിയൽ പോലെയൊക്കെ കിട്ടും ചിലപ്പോൾ കേട്ടോ. ഓക്കെ, ഇത് സിമ്പിളാണ്. ഈ 10 ഫാക്ടോറിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ കൊടുത്താൽ മതി. അപ്പോൾ എന്ത് വരുന്നു? x ഈക്വൽ ടു എന്ത് കിട്ടി? ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 ഫാക്ടോറിയൽ ബൈ 8 ഫാക്ടോറിയൽ പ്ലസ് 100 ആണ് കേട്ടോ. 10 ഫാക്ടോറിയൽ ബൈ 9 ഫാക്ടോറിയൽ. ഓക്കെ അല്ലേ? വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ പിന്നെ ഒരു ഐഡിയയിൽ പോയെന്നുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്തോ. 10 ഇൻറ്റു ഒരെണ്ണം കുറച്ചു, 9 ഇൻറ്റു ഒരെണ്ണം കുറച്ചു, 8 ഫാക്ടോറിയൽ ബൈ 8 ഫാക്ടോറിയൽ പ്ലസ് അവിടെയോ 10 ഇൻറ്റു ഒരെണ്ണം കുറച്ചു, 9 ഫാക്ടോറിയൽ ബൈ 9 ഫാക്ടോറിയൽ. അപ്പോൾ ഇതൊന്നും വെട്ടി 10 ഇൻറ്റു 9 90 പ്ലസ് 10 ഈക്വൽ ടു 100 കേട്ടോ. 101. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഫാക്ടോറിയൽ ഒന്ന് മനസ്സിലാക്കി തരിക. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് മാത്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണേ. ഇപ്പോൾ തൽക്കാലം ഫാക്ടോറിയൽ അവിടെ പറഞ്ഞെന്നുള്ളൂ. നമുക്ക് വേണ്ടത് ഇതല്ല നമ്മുടെ ഇന്നത്തെ പോർഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഫാക്ടോറിയലിനെ കുറിച്ചിട്ടൊന്നല്ല, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലെ കോമ്പിനേഷനെ കുറിച്ചിട്ടാണ്. എല്ലാം കൂടി പഠിപ്പിക്കാൻ പറ്റില്ല, നമുക്ക് 1 മണിക്കൂറല്ലേ. അപ്പോൾ പെർമ്യൂട്ടേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ സ്കൂളിലടക്കം ഒരു 10 ദിവസം എടുത്ത പോലെ തീരാത്ത ക്ലാസ്സാണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഉള്ള ചാപ്റ്റർ കേട്ടോ. മനസ്സിലായി? +1 ഞാനൊരു 10 ദിവസം പോലും എടുത്തിട്ട് നമുക്ക് തീർക്കാൻ പറ്റിയില്ല പ്രോബ്ലം. അപ്പോൾ അത്രയും ലെങ്ത്ത് കൂടിയ ഒരു പോർഷനാണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. അത് ഞാനിപ്പോൾ എടുക്കുന്നില്ല. ജസ്റ്റ് കോമ്പിനേഷൻ്റെ നമുക്ക് പ്രോബബിലിറ്റിയിൽ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. കേട്ടല്ലോ? മനസ്സിലായോ? അപ്പോൾ ഹെഡിങ് എഴുതാണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നില്ല എങ്കിലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. പെർമ്യൂട്ടേഷൻ പേരൊക്കെ കാണാൻ ഭയങ്കര രസമാട്ടാ, ഒന്നും മനസ്സിലാവില്ല എന്നുള്ളൂ. ഓക്കെ, ഏതാണ് പെർമ്യൂട്ടേഷൻ ഏതാണ് കോമ്പിനേഷൻ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല കേട്ടോ. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ പെർമ്യൂട്ടേഷൻ്റെ മലയാളം വാക്ക് HSAക്കാരെ അതുകൂടി ശ്രദ്ധിക്കുക. പെർമ്യൂട്ടേഷൻ്റെ മലയാളം വാക്ക് ക്രമമാറ്റം എന്നാണ്. ക്രമമാറ്റം. പെർമ്യൂട്ടേഷനെ പറയുന്ന പേരെന്താണ്? ക്രമമാറ്റം. ഓക്കെ, അല്ലെങ്കിൽ ക്രമീകരണം എന്ന് പഠിക്കാം. ക്രമീകരണം അതാണ് നല്ലത് കുറച്ചുകൂടി. ക്രമീകരണം. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ക്രമീകരണം എന്ന് പഠിക്കുകയാണ് നല്ലത്. എന്താണ് ക്രമീകരണം? അറേഞ്ച് ചെയ്യുക അല്ലേ. അറേഞ്ച്മെൻറ്റ്സ് എന്ന് പഠിക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നതായിരിക്കും
പെർമ്യൂട്ടേഷൻ. അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പെർമ്യൂട്ടേഷൻ്റെ പ്രോബ്ലം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാവേ. ഇപ്പം ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ പ്രോബബിലിറ്റിയിൽ കോമ്പിനേഷനാണ് ആവശ്യം, അതുകൊണ്ട് കോമ്പിനേഷൻ പറഞ്ഞു പോവുകയാണ്. എങ്കിലും ജസ്റ്റ് എന്താണ് പെർമ്യൂട്ടേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. എന്താണ് പെർമ്യൂട്ടേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. അതായത് കുറച്ച് ആൾക്കാർ, ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് ഉണ്ടാവും. ആ ഒബ്ജക്ട്സിനെ പരസ്പരം അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് പെർമ്യൂട്ടേഷൻ. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു ലൈബ്രറി ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ലൈബ്രറിയിലെങ്കിൽ കുറേ ബുക്സ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ബുക്ക് ഉണ്ടല്ലോ അല്ലേ? അത് മാത്രമേ ഉള്ളൂ അല്ലേ വീട്ടിൽ? എൻ്റെ വീട്ടിലും ഉണ്ട് ഇഷ്ടംപോലെ കേട്ടോ. അപ്പോൾ ആ ബുക്കുകളെ നമ്മൾ ഒരു ഷെൽഫിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. നമ്മുടെ ഇഷ്ടമുള്ള ബുക്കുകളൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു ലൈബ്രറി പോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. അതിനെ, ഈ ബുക്കിനെ നമ്മൾ അങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് എടുത്ത് മാറ്റി വയ്ക്കൂല്ലേ? പരസ്പരം അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് വെക്കില്ലേ? അത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്ന് പറയുന്നതാണ് പെർമ്യൂട്ടേഷൻ. മനസ്സിലായോ? അതായത് ഇന്ന് നമ്മളിപ്പോൾ ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബുക്കുണ്ട്, മാത്സിൻ്റെ ബുക്കുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? ആ എല്ലാ ബുക്കുകളും നിങ്ങൾ എന്ത് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പഴയ ബുക്കുകളൊക്കെ പൊടി തട്ടിയെടുത്തു. അതെല്ലാം ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിനെ, ഇപ്പോൾ ഒരു 10 ബുക്കുണ്ട്, 10 എന്നല്ല, നമ്മുടെ കയ്യിൽ 100 ഉണ്ടാവും അല്ലേ? ആ 10 ബുക്കിനെ അല്ലെങ്കിൽ 100 ബുക്കിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം, അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ഒബ്ജക്ട്സ്, അതിനെ പറയുന്ന പേരാണ് എന്താണ്? പെർമ്യൂട്ടേഷൻ. അതായത് 3 വെച്ചിട്ട് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം, മനസ്സിലായോ? അതിനെ പറയുന്ന പേരാണ് പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ ക്രമീകരണം. പേരിൽ തന്നെയുണ്ട് ക്രമീകരണം. ഓക്കെ, അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ഒബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ എന്താണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്? കോമ്പിനേഷൻ രണ്ടും കൂടി ഒരുമിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്താണ് കോമ്പിനേഷൻ? നമ്മൾ മാത്സ് പഠിക്കുന്നു. ഇന്ന് HSA മാത്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക് ലെസൺ പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബുക്കുകൾ മാത്രം നമ്മളതിനെ സെലക്ട് ചെയ്യാണ്, എടുക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബുക്ക് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്ന് വെക്കുക. ഓക്കെ, അതായത് അതിനെന്താ പറയുക? സെലക്ഷൻ പ്രൊസീജിയർ ഇല്ലേ? സെലക്ഷൻ. ആ അടുക്കി വെച്ച ബുക്കിൽ നിന്ന് ഒരു 3 ബുക്ക് എടുക്കുന്നു. 10 ബുക്കിൽ നിന്ന് 3 ബുക്ക് എടുക്കുന്നു. അതിനുള്ള ചാൻസ്, അതിനുള്ള സാധ്യത, ആ ഒരു സെലക്ഷൻ്റെ എത്ര നമ്പർ ഓഫ് ചാൻസ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് വേയില്, എത്ര രീതിയിൽ നമുക്കതിനെ സെലക്ട് ചെയ്യാം, എടുക്കാം എന്ന് പറയുന്നതാണ് കോമ്പിനേഷൻ. അപ്പോൾ അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഇങ്ങനെ എല്ലാവരും പഠിപ്പിക്കേണ്ടത്. എങ്കിലും ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ മീനിങ്ങിൽ പറഞ്ഞാണ്. തന്നിരിക്കുന്നതിനെ അറേഞ്ച് ചെയ്യണ പ്രോബ്ലംസൊക്കെ അപ്പോൾ എങ്ങോട്ട് പോകണം? പെർമ്യൂട്ടേഷനിലേക്ക് പോകണം. സെലക്ഷൻ പ്രോസസ്സൊക്കെ എന്തിലേക്ക് വരണം? കോമ്പിനേഷനിലേക്ക് വരണം. അതുകൊണ്ടാണ് പ്രോബബിലിറ്റിയുടെ പ്രോബ്ലത്തിൽ നമുക്ക് ഈ സെലക്ഷനാണ് അല്ലേ? നമ്മുടെ പ്രോബബിലിറ്റിയിലെ എല്ലാ ക്വസ്റ്റ്യനും സെലക്ഷനാണ്. 52 കാർഡിൽ നിന്ന് 3 കാർഡ് എടുക്കാനുള്ള സാധ്യത, മനസ്സിലായല്ലോ? അപ്പോൾ സെലക്ഷൻ വരുന്നതിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ കോമ്പിനേഷൻ യൂസ് ചെയ്യും. അതുകൊണ്ടാണ് കോമ്പിനേഷൻ നമ്മൾ പ്രോബബിലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കും കോമ്പിനേഷനെ കൊണ്ടുവന്നതെന്ന്? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിന് ഫോമുലുണ്ട്. അതായത് n ഒബ്ജക്ട്സിൽ നിന്ന് 6 ഒബ്ജക്ട്സ് എടുക്കാനുള്ള, അതായത് അറേഞ്ച് ചെയ്യാനുള്ള, അതിന് ആ ഒരു അറേഞ്ച്മെൻറ്റ്സിനെ പറയുന്ന പേരാണ് NPR എന്ന് ഡിനോട്ട് ചെയ്യും. അതായത് പെർമ്യൂട്ടേഷൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഒരു കൂട്ടം വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ക്രമീകരണത്തെ പരാമർശിക്കുന്നതാണ് എന്ത്? പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ ക്രമീകരണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ n ഐറ്റംസിൽ നിന്ന് 6 രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് NPR. ജസ്റ്റ് അതിൻ്റെ ഫോർമുല മാത്രം എഴുതാണ് n factorial by n minus r factorial. ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫാക്ടോറിയൽ എന്താണെന്ന് പഠിപ്പിച്ചത്. ഓക്കെ, ഇപ്പോൾ 5p3 കാണാൻ പറഞ്ഞ എന്താ ഫോർമുല? 5 factorial by 5 minus 3 factorial. മനസ്സിലായോ? അപ്പോൾ എത്ര വരിക? 5 factorial by 2 factorial. ഇത് 5 × 3 × അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ 5 × 4 × 3 × 2 factorial by 2 factorial. അതിനെയാണ് വെട്ടിക്കളഞ്ഞു. എത്ര? 4 20, 20 × 3 60 അല്ലേ? 60 കേട്ടോ. മനസ്സിലായോ? തെറ്റിപ്പോയാ? യെസ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. 5 factorial by 5 minus 3 factorial. അതിന് പറയുന്ന പേരാണ് പെർമ്യൂട്ടേഷൻ. അപ്പം അതിലേക്ക് വേണ്ടി പറഞ്ഞെന്നുള്ളൂ. തൽക്കാലം നമുക്കിത് ഇപ്പോൾ പെർമ്യൂട്ടേഷൻ ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് ഡീറ്റെയിൽ ആയിട്ട് പെർമ്യൂട്ടേഷൻ നമുക്ക് മാത്സ് പഠിക്കുമ്പോൾ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം കേട്ടോ. പെർമ്യൂട്ടേഷനെ കുറിച്ച് കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ തൽക്കാലം പെർമ്യൂട്ടേഷനോട് വിട പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ.
നോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ അതിൽ നോക്കിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, പെർമ്യൂട്ടേഷൻ്റെ ഞാൻ കൂടുതൽ പ്രോബ്ലംസ് ഒന്നും പെർമ്യൂട്ടേഷനിൽ എടുക്കുന്നില്ല, ചുമ്മാ ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ 7p10 സോറി, അത് എപ്പോഴും 10ൽ നിന്ന് 7 രീതിയിലല്ലേ. 10p7 കാണാൻ പറഞ്ഞാൽ 10 ഫാക്ടോറിയൽ ബൈ 10 - 7 ഫാക്ടോറിയൽ കേട്ടോ. അപ്പോൾ 10 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ. അപ്പം എത്രയും കണ്ടുപിടിക്കുക. മനസ്സിലായി? ഇതാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ അല്ലേ? ഇതാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഫാക്ടോറിയൽ ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചത് കേട്ടോ. ഓക്കെ അല്ലേ? പെർമ്യൂട്ടേഷൻ്റെ പ്രോബ്ലമൊക്കെ ചോദിക്കട്ടെ. നമ്മൾ HSC ആയാലും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ആയാലും പ്രോബ്ലമൊക്കെ പെർമ്യൂട്ടേഷന് ചോദിക്കാനുണ്ട്. അത് നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ പഠിച്ചാൽ മതി. തൽക്കാലം അതിനേക്ക് വിട്ടു കേട്ടോ. നമ്മൾ കോമ്പിനേഷനിൽ പോവാണ്. കോമ്പിനേഷനാണ് നമുക്കിവിടെ ആവശ്യം വരുന്നത്. സെലക്ഷനാണ്. അതായത് കോമ്പിനേഷൻ്റെ മലയാള പേര് ചേർത്ത് വയ്ക്കൽ എന്നാണ്. ചേർത്ത് വയ്ക്കൽ, കോമ്പിനേഷൻ, ചേർത്ത് വയ്ക്കൽ. ഓക്കെ, ദെൻ ഏറ്റവും വേറെ രീതിയിൽ പറഞ്ഞാൽ തിരഞ്ഞെടുക്കൽ എന്ന് പറയാം. തിരഞ്ഞെടുക്കൽ, തിരഞ്ഞെടുക്കൽ. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ സെലക്ഷൻ നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞ്. അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയറാണ് എന്തിൽ വരുന്നത്? കോമ്പിനേഷനിലേക്ക് വരുന്നത്. ക്ലിയർ അല്ലേ? സ്ലോ ആയി കുറച്ച്, മനസ്സിലായല്ലോ? സെലക്ഷൻ പ്രൊസീജിയറാണ് കേട്ടോ. അപ്പോൾ n വസ്തുക്കളിൽ നിന്ന്, n ഒബ്ജക്ട്സിൽ നിന്ന് 6 വസ്തുക്കൾ ഉൾപ്പെടുന്ന തിരഞ്ഞെടുക്കലിനെ, അതായത് n വസ്തുക്കളിൽ നിന്ന് 6 ഐറ്റംസിനെ എടുക്കുന്നതിന് പറയുന്ന പേരാണ് NCR. NCR. ഓക്കെ അല്ലേ? എന്താണ്? n ഐറ്റംസിൽ നിന്ന് 6 ഐറ്റംസിനെ എടുക്കുന്നു, അതിൻ്റെ പേരാണെന്ത്? NCR എന്ന് പറയുന്നത്. ക്ലിയർ ആവണുണ്ടോ? ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് NCR? NCRൻ്റെ ഫോർമുല ഇതാണ്. NPR ബൈ R ഫാക്ടോറിയൽ എന്ന് കൊടുക്കാം. NPR ബൈ R ഫാക്ടോറിയലാണ് NCR. NPR എന്തായിരുന്നു? N ഫാക്ടോറിയൽ ബൈ N - R ഫാക്ടോറിയൽ ഇൻറ്റു R ഫാക്ടോറിയൽ. സോ ദിസ് ഈസ് കോൾഡ് പെർമ്യൂട്ടേഷൻ്റെ ഫോർമുല ഇതാണ് കേട്ടോ. NCR ഈക്വൽ ടു N ഫാക്ടോറിയൽ ബൈ N - R ഫാക്ടോറിയൽ ഇൻറ്റു R ഫാക്ടോറിയൽ. കുറച്ച് പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണേ. NC0 എന്ന് പറയുന്നത് 1 ആണ്. NCNും 1 ആണ്. NC0യും NCNും 1 ആണ്. ഓക്കെ, NC1 എന്ന് പറയുന്നത് N-ഉം ആണ് കേട്ടോ. ഇത് ഇത്രയും അറിഞ്ഞിരിക്കണേ, കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. അതായത് ഇപ്പോൾ 5C0, 5 8ൽ നിന്ന് 0 എടുക്കുന്ന രീതി, അങ്ങനെ സാധനം ഇല്ല. ഒരു രീതിയുള്ള 5 ആണ്. ഓക്കെ, 5C5ഉം എത്രയാണ്? 1 ആണ്. പക്ഷെ 5C1 എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേ. പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും. ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് അവിടെ നിൽക്കണം തൽക്കാലം. നമുക്ക് തൽക്കാലം ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം, എന്നിട്ട് അതിലേക്ക് പോവാം. കുഴപ്പമില്ലല്ലോ? ഇപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് നമുക്കൊരു പ്രോബ്ലത്തേക്ക് പോവാം കേട്ടോ. ഓക്കെ, എന്നിട്ട് കുറച്ച് പ്രോപ്പർട്ടീസിലേക്ക് പോവാം. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കുമ്പോഴേ നമുക്ക് ബോറടിക്കും. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ? ഈ പ്രോപ്പർട്ടീസ് അത്യാവശ്യം പറയാനുണ്ട്. അത് നമുക്ക് 2 പ്രോബ്ലം, സിമ്പിളായിട്ടുള്ള 2 പ്രോബ്ലം ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് പോകാം. കുഴപ്പമില്ലല്ലോ? കാരണം പ്രോപ്പർട്ടീസ് അത്യാവശ്യം പഠിക്കാനുണ്ട് കേട്ടോ. അത്യാവശ്യം പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാവേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും നോട്ട് ചെയ്തല്ലോ? മായ്ക്കട്ടെ. ഹലോ, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? പോയിട്ടില്ലല്ലോ? ആരാ? ഓക്കെ, ആ. അപ്പോൾ ആദ്യം നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നും അയ്യോ സാറേ വേണ്ടായിരുന്നില്ല എന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാവേ. കാരണം ടഫുള്ളത് മാത്രമല്ല ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സിമ്പിൾ പ്രോബബിലിറ്റീസും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു സെക്കൻഡ് ചോയ്സ് ആയിട്ടാണ് നല്ല ടഫുള്ള പ്രോബ്ലംസ് കൂടി പഠിക്കുന്നത് കേട്ടോ.
സിമ്പിൾ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ടഫ് ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ടഫ് ഉള്ളത് പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാതിരിക്കരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയ ഹാൻഡ് റൈറ്റിംഗ് ആണ്, കുറച്ച് മോശമാണ്, ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. എഴുതാം. 2 പുരുഷന്മാരും 3 സ്ത്രീകളും ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പിൽ നിന്നും 2 പേർ അടങ്ങുന്ന ഒരു സമിതി രൂപീകരിക്കുന്നു. ചുവടെ പറയുന്നവയുടെ സംഭാവന കാണുക. അതായത് 2 men, 2 men ഉണ്ട്, 2 men ഉണ്ട്, അതുപോലെ 3 women ഉണ്ട്. 2 മെന്നും 3 women ഉണ്ട്. അതിൽ നിന്ന് 2 പേരുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. മനസ്സിലായോ? 2 പുരുഷന്മാരും 3 സ്ത്രീകളുമുള്ള ആ ഒരു കൂട്ടത്തിൽ നിന്ന് 2 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? കമ്മിറ്റി ഈസ് ഫോംഡ് ബൈ യൂസിങ് 2 men and 3 women വിത്ത് 2 persons. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് നോ മെൻ, ഇതിൽ പുരുഷന്മാരാരും വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ത്? പ്രോബബിലിറ്റി ദാറ്റ് 1 man, ഒരേ ഒരു പുരുഷൻ വരാനുള്ള ഒരു പുരുഷൻ വരാനുള്ള പ്രോബബിലിറ്റി എന്ത്? പ്രോബബിലിറ്റി ദാറ്റ് എന്താണ്? 2 men, 2 men വരാനുള്ള പ്രോബബിലിറ്റിയാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? അതായത് സമിതിയിൽ പുരുഷന്മാരില്ലാതിരിക്കാനുള്ള പ്രോബബിലിറ്റി, ഒരു പുരുഷൻ വരാനുള്ള പ്രോബബിലിറ്റി, 2 പുരുഷൻ വരാനുള്ള പ്രോബബിലിറ്റി. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മളെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം ഒരാളാണെങ്കിൽ ഇതിൽ നോക്കുക, ഒരാളെടുക്കുന്നുള്ളൂ. അപ്പോൾ പുരുഷൻ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാ? ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക അല്ലേ? 2 മെന്നുണ്ട്, 3 വിമനുണ്ട്. ടോട്ടൽ എത്ര പേരാ? ടോട്ടൽ 5 പേര് അല്ലേ? 2 persons, 5 persons. ക്ലിയർ ആയോ? അപ്പോൾ ടോട്ടൽ 5 പേരുണ്ട് അല്ലേ? അപ്പോൾ നമ്മളെടുക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി പറയുന്നത്. നമ്മളെടുക്കുന്നത് ഒരാളെ എടുക്കുന്നുള്ളൂ എന്ന് വെച്ചോ. അപ്പോൾ ആ ഒരാൾ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഒരാൾ മെന്നാവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 2/5. ഒരാൾ വുമൺ ആവാനുള്ള പ്രോബബിലിറ്റിയോ 3/5. പ്രോബ്ലം തീർന്നു. ഒരാൾ എടുക്കുന്നുള്ളെങ്കിൽ പ്രോബ്ലം തീർന്നു. പക്ഷേ നമ്മൾ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം 1-ൽ കൂടുതൽ വരികയാണെങ്കിൽ അവിടെ നമ്മൾ കോമ്പിനേഷൻ യൂസ് ചെയ്യണം. ഇപ്പം പറഞ്ഞ ഈ കോമ്പിനേഷൻ അവിടെ യൂസ് ചെയ്യണം. മനസ്സിലാവുകയോ? എന്താണ് പറഞ്ഞു വരുന്നത്? മനസ്സിലായോ? നമ്മൾ എടുക്കുന്നത് 1-ൽ കൂടുതൽ ആൾക്കാരെ എടുക്കുകയാണെങ്കിലൊക്കെ നമ്മൾ എപ്പോഴും കോമ്പിനേഷനിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ടാണ് കോമ്പിനേഷൻ ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നമ്മൾ വായിക്കുകയാണ്. 2 മെന്നുണ്ട്, 3 വിമനുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര പേരായി? 5 പേരായില്ലേ അല്ലേ? അതിൽ നിന്ന് 2 പേരെയാണ് നമുക്ക് എടുക്കേണ്ടത്. അതായത് we have to select 2 persons out of 5 persons. മനസ്സിലായോ? അതായത് 5 പേരിൽ നിന്ന് 2 പേരെ എടുക്കണം. അപ്പോൾ എത്രയായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എന്തായിരിക്കും? 5-ൽ നിന്ന് 2 പേരെ എടുക്കണം. 5-ൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യണം. അതിനെ പറയുന്ന പേരാണ് 5C2. ക്ലിയർ ആയോ? എന്താണ് 5C2 എന്ന്? മനസ്സിലായോ? കോമ്പിനേഷൻ എന്താണെന്ന് മനസ്സിലായോ? 5-ൽ നിന്ന് 3 എണ്ണം എടുക്കണമെങ്കിലോ 5C3 എന്ന് പറയും. മനസ്സിലായോ? 5-ൽ നിന്ന് 4 പേരെയാണ് എടുക്കണമെങ്കിലോ 5C4 എന്ന് പറയും. 5-ൽ നിന്ന് 5 പേരെടുക്കുമ്പോൾ 5C5. 5-ൽ നിന്ന് 6 പേരെടുക്കണമെങ്കിലോ അങ്ങനെ ആരും എടുക്കൂല കേട്ടോ. 5-ൽ നിന്ന് 5-ൽ കുറവ് അല്ലെങ്കിൽ ഈക്വലായിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ 5C2 എഴുതി. ഇനി ക്വസ്റ്റ്യനിക്ക് വരാം. അപ്പോൾ ഇതാണ് ഇനി നമ്മുടെ ഡിനോമിനേറ്ററിൽ വരേണ്ട ആൾ കേട്ടോ. നമ്മുടെ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. എന്താണ് പ്രോബബിലിറ്റി ഡെഫിനിഷൻ? നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഇനി എന്താണ്? 5C2 ആണ്. മാർക്ക് ചെയ്തത്. ടോട്ടൽ നമ്പർ ഇനി എത്രയാണ്? 5C2 ആണ് കേട്ടോ. അപ്പോൾ ഇനി ആദ്യത്തെ ക്വസ്റ്റ്യനിക്ക് പോവാം. പി ഓഫ് നോ മെൻ. മാൻ ആരും വരാൻ പാടില്ല, പുരുഷന്മാരാരും വരാൻ പാടില്ല. നമുക്ക് 2 പേരെടുക്കും വേണം. അപ്പോൾ ആ 2 പേര് ആരായിരിക്കും? സിമ്പിൾ ലോജിക് അല്ല. 2 പേര് ആരായിരിക്കും? 2 പേര് വ്യൂമൺ ആയിരിക്കും അല്ലേ? അപ്പോൾ നോ മെൻ എന്ന് പറഞ്ഞത് 2 വ്യൂമൺ എന്നാണ് മീനിങ്. ഓക്കെ അല്ലേ?
2 വുമൺ എത്ര രീതിയിൽ എടുക്കാം നമുക്ക്? ടോട്ടൽ എത്ര വുമൺ ഉണ്ട്? 3 ആൾക്കാരല്ലേ? ആ 3 പേരിൽ നിന്നാണ് നമ്മൾ 2 എണ്ണം എടുക്കേണ്ടത്. അപ്പോൾ ന്യൂമറേറ്ററിൽ 3C2 ബൈ ഡിനോമിനേറ്ററിലോ 5C2. 3C2 ബൈ 5C2. പ്രോബ്ലം ഫിനിഷ്. പ്രോബ്ലം കഴിഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? മനസ്സിലായോ? നമുക്കെടുക്കേണ്ടത് 2 വുമൺ ആണ്. നമുക്കെടുക്കേണ്ടത് 2 വുമൺ ആണ് ഔട്ട് ഓഫ് 3 വുമൺ. 3 വുമണിൽ നിന്ന് 2 പേരെ നമുക്ക് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? അതിനാണ് കോമ്പിനേഷൻ വിളിക്കുന്നത്. എന്താണ്? 3C2. അപ്പോൾ ആൻസർ 3C2 ബൈ 5C2. എങ്ങനെ എഴുതാം? 3C2ന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അത് പറഞ്ഞില്ല അല്ലേ? സോറി കേട്ടോ, ഞാൻ ഒരു കാര്യം വിട്ടുപോയേ. പെർമ്യൂട്ടേഷൻ പഠിപ്പിച്ചപ്പോൾ ഈ NCR n ഫാക്ടോറിയൽ വെച്ചിട്ട് നിങ്ങൾ കാണണ്ട കോമ്പിനേഷന്. അതായത് NCRനെ നമുക്ക് n ഇൻറ്റു n-1 ഇൻറ്റു n-2 ആ ഒരു രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, അതായത് വേറെ രീതി പറഞ്ഞുതരാം. അത് പറയാൻ വിട്ടുപോയിട്ടാ. NC0 എന്ന് പറഞ്ഞാൽ 1. അതാ പ്രോപ്പർട്ടീസിലായിരുന്നു, ഞാൻ മറന്നുപോയി. NC0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 എന്ന് പറഞ്ഞു അല്ലേ? NC1 എന്ന് പറഞ്ഞാലോ n ആണ്. NC1 എത്രയാണ്? n. NC2 എന്ന് പറഞ്ഞാൽ n-ഉം അതിന് ഒരെണ്ണം കുറയ്ക്കുക ബൈ 1 ഇൻറ്റു 2. ക്ലിയർ ആയോ? അപ്പോൾ NC3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? n 2 എണ്ണം, n-1 n-2 ഇങ്ങനെ 3 പേര് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 5C3 എന്ന് പറഞ്ഞാൽ 5C3 അല്ലേ? 5ന് ശേഷം 3 പേര് എഴുതാം. 5 അടക്കം 3 പേര് എഴുതാം. ആരൊക്കെയാണ്? 5, അതിനേക്കാൾ ഒരെണ്ണം കുറവ് 4, അതിനേക്കാൾ ഒരെണ്ണം കുറവ് 3. മനസ്സിലായോ? കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. 5C3നെ നമുക്ക് എങ്ങനെ എഴുതാം? 5ന് 3, താഴത്തെ 3 നോക്കിയിട്ടാണ് കേട്ടോ. താഴത്തെ 3 നോക്കിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. 5ന് ശേഷം 3 പേര് എഴുതുന്നു. ആരൊക്കെയാണ്? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ബൈ താഴെ 3 അല്ലേ? 1 ഇൻറ്റു 2 ഇൻറ്റു 3. ഇതാണ് 5C3യുടെ വാല്യൂ. ക്ലിയർ ആയോ? നമ്മൾ n ഫാക്ടോറിയൽ ബൈ എന്ന് എഴുതി കഴിഞ്ഞാൽ കുറേ സമയം പോവും. മനസ്സിലായോ? അപ്പോൾ ഇത് മതി, ഇത് ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ 3 വെട്ടി 2 4 വെട്ടി മുകളിൽ 2 2 × 5 10 കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയാം. ഇതൊന്ന് മായ്ക്കുന്നുണ്ട്. ഇത് ഞാൻ പ്രോപ്പർട്ടീസിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പറയാൻ വിട്ടുപോയതാണ്. 10C7 പറഞ്ഞു. 10C7 കാണാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ 10 അത് കുറച്ച് വലുതായി പോയി. ഓക്കെ, 10C3 മതി. ഓക്കെ, 10C3 കാണാൻ പറഞ്ഞാൽ 10ന് ശേഷം 3 പേര് 10C4 ആവാം. 10C4 10ന് ശേഷം 4 എണ്ണം, 10ഉം കൂടി ചേർത്തിട്ട് 4 പേര് എഴുതാം. അതായത് 10, അതിനേക്കാൾ ഒരെണ്ണം കുറവ് 9, ഒരെണ്ണം കുറവ് 8, ഒരെണ്ണം കുറവ് 7. കണ്ട് 4 പേര് എഴുതാം ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4. ഇങ്ങനെ ചെയ്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആയോ? ഓക്കേണാ? ഓക്കെ, 10C4 ഫോർമുലയിൽ ഇട്ടിട്ട് ഇങ്ങനെ 10 ഫാക്ടോറിയൽ ബൈ 10 - 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. അതൊക്കെ സമയം ഒരുപാട് വേസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലത്തേക്ക് വരാം. ഇനി പേടിക്കണ്ട, ഇനിയുള്ള എല്ലാ ക്വസ്റ്റിനും ഇതിങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞുതരാം കേട്ടോ. ഇനിയുള്ള എല്ലാ ക്വസ്റ്റിനും ഇങ്ങനെ തന്നെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 3C2 ആണ്. 3C2ന് നമുക്കിങ്ങനെ എഴുതാം 3 ഇൻറ്റു 2 അല്ലേ? 2 എണ്ണം എഴുതിയാൽ മതി അല്ലേ? 3 ഇൻറ്റു അടുത്ത ആളാരാണ് 2 ബൈ 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5C2 അല്ലേ? എങ്ങനെ എഴുതാം? 2 ആൾക്കാരെ 5 ഇൻറ്റു അടുത്ത ആൾ 4 ബൈ 1 ഇൻറ്റു 2. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതും വെട്ടിപ്പോയി, ഒട്ടടിക്കണ്ട. 1 ഇൻറ്റു 2 1 ഇൻറ്റു 2 വെട്ടി, ബാക്കിയുള്ള ഡിവൈഡ് ചെയ്യുക. 2ഉം താഴെ 4ഉം വെട്ടി, താഴെ 2 വന്നു അല്ലേ? അപ്പോൾ ആൻസർ 3/10 = 0.3. ഇതാണ് ആൻസർ കേട്ടോ. ചിലപ്പോൾ 3/10 ആയിരിക്കും ആൻസറിൽ, ചിലപ്പോൾ 0.3 ആയിരിക്കും കേട്ടോ. ഡൗട്ട് ഉണ്ടായിരിക്കും. സ്പീഡ് കൂടിയോ? ഒന്നൂരും പറയണോ? ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. അപ്പോൾ നോക്കാം, ഒന്നുകൂടി പറയാം. നോ മാൻ എന്ന് പറഞ്ഞാൽ 2 വുമൺ ആണ്. 2 വുമൺ വന്നത് 3C2 ബൈ 5C2 കേട്ടോ. ഇനി 1 മാൻ. 1 മാൻ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഒരാൾ മാന്. നമ്മൾ ഒരു മാനിനെടുത്ത് അവസാനിക്കുമോ?
നമുക്ക് എത്ര പേരെടുക്കണം ടോട്ടല്? കമ്മിറ്റിയിൽ എത്ര പേരുണ്ടാവണം എന്നാണ് പറഞ്ഞേക്കണേ? കമ്മിറ്റിയിൽ 2 പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ 2 പേര് മസ്റ്റായിട്ട് നമുക്ക് എടുത്തേ പറ്റുള്ളൂ. ഒരാൾ മെൻ ആവണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരാൾ മാൻ ആവണം, ഒരാളുണ്ടാവണം. അപ്പോൾ മറ്റാൾ ആരായിരിക്കും? ഓട്ടോമാറ്റിക്കലി മറ്റാൾ ആരായിരിക്കും? രണ്ടാമത്തെ ആൾ വുമൺ ആവില്ലേ? അപ്പോൾ 1 മാനും 1 വുമണും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ അതിനെങ്ങനെ എഴുതാം? മാൻ എത്ര പേരുണ്ട്? മാൻ 2 പേര്, അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു. അപ്പോൾ എന്താണ്? 2C1. ഇനി നമുക്ക് എടുക്കാനുള്ള ആൾ കഴിഞ്ഞോ? നമുക്ക് എടുക്കാനുള്ള ആൾ കംപ്ലീറ്റ് ആയോ? ഇല്ലല്ലോ, എടുക്കാനുള്ള ആൾ ഇനിയുണ്ട് അല്ലേ? ഒരെണ്ണം കൂടി എടുക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഇൻറ്റുടനെ അയാൾ എവിടെ നിന്ന് എടുക്കണോ? അയാൾ വുമണിൽ നിന്ന് എടുക്കുന്നത്, അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു. അപ്പോൾ എത്രയാണ്? 3C1. കണ്ടോ? 2C. ഇത് ഇന്നലെ നമ്മൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. 2C1 × 3C1 ബൈ ടോട്ടൽ 5C2. ഡിനോമിനേറ്റർ ഒരിക്കലും മാറില്ല കേട്ടോ. ഓക്കെ, ഡിനോമിനേറ്റർ ഒരിക്കലും മാറുന്നില്ലേ? അപ്പോൾ 2C1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? 3C1 എന്ന് പറഞ്ഞാൽ 3 ആണ്. ബൈ 5C2 എന്ന് പറഞ്ഞാൽ 5 × 4 ബൈ 1 × 2. അപ്പോൾ ഇതൊന്നും വെട്ടി 2. അപ്പോൾ ആൻസർ ഈ 2 വെട്ടി 3/5. ചെക്ക് ചെയ്ത് നോക്കുക. സ്പീഡ് കൂടിയൊക്കെ പറയാം കേട്ടോ. തനിയെ ചെയ്ത് നോക്കുക കേട്ടോ. 3/5 കിട്ടുന്നില്ലേ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? P of 2 men. 2 men. 2 men എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ എത്ര മെൻ ഉണ്ട്? 2 men അല്ലേ? ആ 2ൽ നിന്ന് 2 എടുത്തു. 2C2. ഓക്കെ, 2C2 ബൈ 5C2. 2C2 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു 2 × 2 അല്ലേ? 1 ആണ്. 1/5C2 5 × 4 ബൈ 1 × 2. ഇതൊന്ന് വെട്ടി 1/10 ആണ് ആൻസർ കേട്ടോ. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണേ. നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ നമ്പർ ആയിരുന്നുള്ളൂ. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെർമ്യൂട്ടേഷൻ്റെ പ്രോബ്ലം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, അടിച്ചുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൂടി നോക്കാം നമുക്ക്. ഓക്കെ അല്ലോ? കുഴപ്പമില്ലല്ലോ. എന്നിട്ട് നമുക്ക് ആ പെർമ്യൂട്ടേഷൻ്റെ അല്ല കോമ്പിനേഷൻ്റെ പ്രോപ്പർട്ടീസൊക്കെ പോവാവേ. പറയട്ടെ. ഓക്കെ ആണോ? ഒന്ന് സ്പീഡ് കൂട്ടാണ് കേട്ടോ. കുറച്ച് സ്പീഡ് കൂട്ടുന്നു. ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഒരു സഞ്ചിയിൽ 7 ചുവപ്പ് അതുപോലെ 7 ചുവപ്പ് 9 നീല നിറത്തിലുള്ള പന്തുകളുണ്ട്. ഒരു സഞ്ചിയിൽ 7 ചുവപ്പും 9 നീല നിറത്തിലുള്ള പന്തുകളുണ്ട്. അതായത് ബാഗിൽ 7 റെഡും 9 ബ്ലൂ ഉണ്ട്, ബോളുണ്ട് കേട്ടോ. അതിൽ നിന്ന് 3 പന്തുകൾ എടുക്കുന്നു. 3 പന്തുകൾ എടുക്കുമ്പോഴാണ് പെർമ്യൂട്ടേഷൻ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോറി, പെർമ്യൂട്ടേഷൻ അല്ല, കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. ക്ലിയർ? 3 എടുക്കണം എന്ന് പറയുന്നത്. ഒരെണ്ണം എടുത്താൽ കുഴപ്പമില്ല. ഒരെണ്ണം എടുക്കുക കഴിഞ്ഞാൽ അതിൽ റെഡ് വരാനുള്ള പ്രോബിലിറ്റി ഇത് 2 കൂടി കൂട്ടുമ്പോൾ 16 അല്ലേ? ടോട്ടൽ 16 ബോൾസ് ഉണ്ട് അല്ലേ? അപ്പോൾ 7/16. ബ്ലൂ വരാനുള്ള പ്രോബിലിറ്റിയോ 9/16. കഴിഞ്ഞു, പ്രോബ്ലം ഫിനിഷ്. പക്ഷേ നമ്മൾ എടുക്കുന്നത് 3 ബോളാണ്. നമ്മൾ എടുക്കുന്നത് എന്താണ്? 3 ബോൾ. 3 balls ആർ ഡ്രോൺ അറ്റ് റാൻഡം എന്നാണ്. 3 ബോൾസുകൾ എടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ നമ്പർ ഒന്ന് മാറി, ടോട്ടൽ ഔട്ട്കം ഒന്ന് മാറി. എത്രയാണ്? 16ൽ നിന്ന് 3 എടുക്കുന്നു. 10C3 എന്നാകുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? 10 അല്ല, 16C3 എന്നാകുന്നു കേട്ടോ. പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ എടുക്കുന്നത് 3 balls ആണ്. 3 ബോളുകളാണ് നമ്മൾ എടുക്കുന്നത്. ഔട്ട് ഓഫ് 16, ടോട്ടൽ 16 ബോളിൽ നിന്ന് 3 എടുത്തുള്ളൂ. അപ്പോൾ ടോട്ടൽ ഔട്ട്കം വേണ്ടി 16C3. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? എല്ലാ പന്തുകളും നീല നിറത്തിൽ ഉള്ളവയാകാനുള്ള സാധ്യത എന്ത്? അതായത് P of all are blue. All are blue.
എല്ലാതും നീല നിറത്തിലുള്ളതാവാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ എടുക്കുന്നത് 3 ബോളല്ലേ, ആ 3 ബോളും നീലയാകണം, 3 ബോളും ബ്ലൂ ആകണം. ടോട്ടൽ എത്ര ബോളുണ്ട് ബ്ലൂ? 9 അല്ലേ? അപ്പോൾ 9 ബ്ലൂ ഉണ്ട് അല്ലേ? ആ 9-ൽ നിന്ന് തന്നെ 3 എടുക്കണമെന്നാണ് കണ്ടീഷൻ. മനസ്സിലായോ? അപ്പോൾ എത്രയാണ് വരിക? 9C3/16C3. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? 9C3/16C3. ശ്രദ്ധിക്കുക, അതിൽ 9C3 നമുക്ക് എങ്ങനെ എഴുതാം? 9 × 8 × 7. ഞാൻ പറഞ്ഞില്ലേ 3 ആൾക്കാർ എഴുതാം കേട്ടോ, 3 വന്നത് കൊണ്ടാണ്. ബൈ 1 × 2 × 3 ഡിവൈഡഡ് ബൈ 16C3 എങ്ങനെ എഴുതാം? 16 ശേഷം 3 പേര്, ടോട്ടൽ 3 പേര്, 16 അടക്കം 3 പേര്. 16 × ഒരെണ്ണം കുറയ്ക്കുക, 15 × ഒരെണ്ണം കുറയ്ക്കുക, 14/1 × 2 × 3. ഇതും വെട്ടി, ഇനി വെട്ടിക്കളയട്ടെ മാക്സിമം. വെട്ടി ശരി ക്യാൻസൽ ചെയ്ത് പഠിച്ചോളേ. 7ഉം 14ഉം ഇവിടെ വെട്ടി, ഇവിടെ 2, 2ഉം 8ഉം വെട്ടി, ഇവിടെ 8ഉം 16ഉം വെട്ടിക്കോ, അത് നല്ല. ഇവിടെ 2, ദെൻ 15, ഇവിടെ 2 ഉണ്ട് കേട്ടോ, 2 വെട്ടിയിട്ടില്ലേ. 9ഉം 15ഉം വെട്ടി, ഇവിടെ 3 അല്ല 5 അല്ലേ, മുകളിൽ 3. അപ്പോൾ ആൻസർ 3/2 × 5 10, 10 × 2 20, 3/20 ആണോ കിട്ടിയ എല്ലാവർക്കും? 3/20 അല്ലേ കിട്ടിയ? 3/20 കേട്ടോ. മാക്സിമം ക്യാൻസലേഷൻ ചെയ്ത് പഠിച്ചോളണേ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. എല്ലാ പന്തുകളും ചുവപ്പ് നിറം. അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയണത് ഓൾ ആർ റെഡ്, എല്ലാവരും ചുവപ്പ്. അപ്പോൾ റെഡ് എത്ര പേരുണ്ട്? എത്ര റെഡ് ഉണ്ട് ടോട്ടല്? 7 എണ്ണം അല്ലേ? 7-ൽ നിന്ന് 3 എണ്ണം എടുത്തു. മനസ്സിലാവണുണ്ടോ? 7-ൽ നിന്ന് 3 എണ്ണം എടുത്തു ബൈ ടോട്ടൽ 16C3. അപ്പോൾ ഇനി കുറച്ച് നമുക്ക് ഈ 3 കട്ട് ചെയ്യേണ്ട എഴുതേണ്ട ആവശ്യമില്ല. 7 ചേർത്ത് 7 × ഒരെണ്ണം കുറയ്ക്കുക, 6 × 5 ബൈ 16 × 15 × 14. മറ്റേ ഞാൻ കട്ട് ചെയ്തു കേട്ടോ. 1 × 2 × 3 വീണ്ടും എഴുതണ്ടല്ലോ, അവിടെ ഇവിടെ എഴുതണുണ്ട് അല്ലേ? ആ വെട്ടാളതൊക്കെ വെട്ടാം. 14ഉം 7ഉം വെട്ടി, താഴെ 2, 16ഉം 6ഉം വെട്ടി, മുകളിൽ 3, ഇവിടെ 8. അപ്പോൾ എത്രയാ? 5ഉം 5ഉം വെട്ടി, ഇവിടെ 3, 3ഉം വെട്ടി, ബാക്കി 1/16 ആണോ? 1/16 കേട്ടോ. ചെയ്ത് നോക്കിക്കോളണേ. ഇതുവരെ പറഞ്ഞ ക്ലിയർ ആണോ? ആരോടൊന്നും അനങ്ങുന്നില്ല, ഡൗട്ടൊന്നുമില്ലേ, സംശയമൊന്നും ഇല്ലല്ലോ ആർക്കും? ഓക്കെ, എല്ലാവരും നല്ല പെട്ടെന്ന് മനസ്സിലാവുന്ന ആൾക്കാരാണോ? പുലികളാണല്ലോ എല്ലാവരും. ഇതൊക്കെ സിമ്പിൾ സാധനങ്ങളല്ലേ? ഓക്കെ, ഓക്കെ അല്ലേ? 9C3 വന്നത് എന്താന്നാ? അതായത് ഓൾ ആർ ബ്ലൂ അല്ലേ? നമ്മൾ എടുക്കുന്നത് ബ്ലൂ അല്ലേ? ബ്ലൂ ബോളല്ലേ എടുക്കുന്നത്? 3 പേരും ബ്ലൂയിൽ നിന്ന് എടുക്കണം. ടോട്ടൽ എത്ര ബ്ലൂ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ? 9 ബ്ലൂ ഉണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ അത് സ്റ്റെപ്പ് ഒന്നുകൂടി പറയാവേ. എടുത്തത് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, കഴിഞ്ഞ ക്ലാസ്സിലില്ലാത്തവർക്ക് നമ്മുടെ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് പറയാണ്. നമ്പർ ഓഫ് ഫേവറബിൾ ഡാറ്റാസ് ബൈ ടോട്ടൽ ഔട്ട്കം. ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ. അപ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഇവിടെ എന്താണ്? ടോട്ടൽ 9 ബ്ലൂ ഉണ്ട്. നമുക്ക് ഫേവറബിൾ ആയിട്ട് എത്ര ഉണ്ട്? 9 ബ്ലൂ ഉണ്ട്. അതിൽ നിന്ന് 3 പേരെടുക്കുന്നു. മനസ്സിലായോ? അതാണ് 9C3. ക്ലിയർ ആയോ? ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഇവിടെ നമ്മൾ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെച്ചു. അത് എല്ലാ പ്രോബ്ലത്തിലും എല്ലാ സബ് കേസസിലും ടോട്ടൽ എത്രയാണ്? 16C3 ആണ്. അങ്ങനെയാണ് 9C3/16C3 വന്നത്. ക്ലിയർ ആയോ ടീച്ചറെ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇവിടേക്ക് നോക്കുക. ഓൾ ആർ റെഡ് എന്ന് പറഞ്ഞാലോ? റെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ എത്ര റെഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ? നമുക്ക് ഫേവറബിളായിട്ട് എത്ര റെഡ് ഉണ്ട്? നമുക്ക് ഫേവറബിളായിട്ട് 7 റെഡ് ഉണ്ട് അല്ലേ? ആ 7 റെഡിൽ നിന്നാണ് നമ്മൾ ആരെടുക്കാൻ പോകുന്നത്? 3 റെഡ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ 7C3 എന്നായി. ബൈ ഡിനോമിനേറ്ററിൽ ഒരിക്കലും മാറുന്നില്ല. എത്രയാണ്?
16C3. അത് ഓക്കെ അല്ലേ അപ്പോൾ അല്ലേ? രണ്ടും ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തത് നോക്കാം, മൂന്നാമത്തത്. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡൗട്ടാണ് ക്ലിയർ ആവും കേട്ടോ. അടുത്തെന്താ പറയണത്? ഒരു പന്ത് ചുവപ്പും 2 നീലയും, ഒരു റെഡും 2 ബ്ലൂവും. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മോഡലുള്ള എന്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പറയുന്നു, ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മോഡൽ എന്ത് വന്നാലും നിങ്ങൾക്ക് ചെയ്യാം. എന്താ പറഞ്ഞത്? ഒരു റെഡും 2 ബ്ലൂവും. എന്താ ഒരു റെഡ് വരുന്നത്? ഒരു റെഡ് എവിടെ നിന്ന് എടുക്കണം നമ്മളപ്പോൾ? ഒരു റെഡ് 7 നിന്ന് എടുക്കണം. അപ്പോൾ 7C1 ഇൻറ്റു നമ്മൾ എടുക്കേണ്ടത് 3 ബോളല്ലേ? ഒരെണ്ണല്ലേ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ അല്ലേ? ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ബാക്കി 2 പേര് എവിടെ നിന്ന് എടുക്കണം? ബാക്കി 2 പേര് ബ്ലൂവിൽ നിന്ന് എടുക്കണം. അപ്പോൾ 9C2. ക്ലിയർ ആയോ? 7C1 ഇൻറ്റു 9C2 ബൈ ടോട്ടൽ എത്രയാണ്? 16C3. അത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. 9/20 ആണ് കിട്ടിയേക്കണത്. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യില്ലേ? നമ്മൾ എടുക്കുന്ന ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അടുത്തതോ പ്രോബബിലിറ്റി ഓഫ് 2 റെഡും 1 ബ്ലൂവും. ഇനി ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും ആൻസർ വരിക? 2 റെഡാണ്. 2 റെഡ് എവിടെ നിന്ന് എടുക്കണം? ഇവിടെ നിന്ന് എടുക്കണം. അപ്പോൾ 7C2 ഇൻറ്റു ബ്ലൂ എവിടെ നിന്ന് എടുക്കേണ്ടത്? ഇവിടെ നിന്ന് എടുക്കണം. 9C1 ബൈ 16C3. അതിൻ്റെ ആൻസർ വെട്ടിക്കളഞ്ഞോളൂ. 27/80 ആണ് കിട്ടിയേക്കുന്നത് കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ കിട്ടിയ 27/80. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ അല്ലേ? കേട്ടോ. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനൊരു ക്വസ്റ്റ്യനാണേ. ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ ഞാൻ പറയുന്നില്ല, ഒന്ന് ചെയ്യാം. ഇത് മാറ്റോട്ടെ, അതിന് ആൻസർ മാറ്റോട്ടെ. ബോർഡ് വൈറ്റ് ബോർഡ് മാറ്റുന്നുണ്ടേ. ഓക്കെ. എ നൺ കണ്ടെയ്ൻസ് 9 ബോൾസ്. അണെന്ന് പറഞ്ഞൊരു പാത്രം, നമ്മുടെ മലയാളത്തിൽ അതിൽ കൊടുത്തേക്കുന്ന ഭരണിയിൽ നിന്നാണ് കേട്ടോ. ഒരു ഭരണിയിൽ 9 ബോളുകളുണ്ട്. അതിൽ 2 റെഡാണ്. 2 ഓഫ് വിച്ച് റെഡ്. 2 റെഡാണ്, 3 ബ്ലൂ ഉണ്ട്, ഒരു 4 ബ്ലാക്കും ഉണ്ട്. ഓക്കെ. അതിൽ നിന്ന് 3 balls are drawn at random. 3 ബോൾ എടുക്കണം. 3 balls are drawn at random. Find the probability that, അതായത് ഇതിൽ നിന്ന് 3 balls are drawn at random. Drawn at random എടുക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. Find the probability that they are same color. They are same color. അവരെല്ലാം സെയിം കളറാകാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 5/84. 5/84. ഓപ്ഷൻ ബി 3/9. ഓപ്ഷൻ സി 3/7. ഓപ്ഷൻ ഡി 3/17. ഇതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ഓപ്ഷൻ എന്നാണ് കേട്ടോ. ശ്രദ്ധിച്ചോളണേ, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും സിമ്പിളാണ്, ഒന്ന് ചിന്തിക്കണമെന്നേ ഉള്ളൂ. ഒരു ബോക്സിൽ 9 ബോളുണ്ട്. 2 പേര് റെഡ്, 3 പേര് ബ്ലൂ, 4 പേര് ബ്ലാക്ക്. അതിൽ നിന്ന് 3 ബോളുകൾ എടുക്കുന്നു. ആ 3 ബോളും സെയിം കളർ വരുന്ന പ്രോബബിലിറ്റി എന്തെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മളെടുത്ത 3 ബോള്. അപ്പോൾ ടോട്ടൽ എത്ര ബോളുണ്ട് നമ്മുടെ കയ്യിൽ? ടോട്ടൽ എത്ര ബോളുണ്ട്? 9 അല്ലേ? അപ്പോൾ നമ്മൾ 3 balls are drawn out of 9 അല്ലേ? 9 നിന്ന് 3 എടുക്കുന്നു. അപ്പോൾ ടോട്ടൽ എത്ര വരിക? ടോട്ടൽ ഔട്ട്കം എത്ര വരിക?
9C3. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഡിനോമിനേറ്ററിൽ വരുന്നത് അപ്പോൾ 9C3 ആണ്. ഉറപ്പിക്കുക, ഡിനോമിനേറ്ററിൽ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 9C3 ആണ്. ഇനി എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ? ഒന്ന് ആലോചിക്കാൻ പറ്റുമോ നോക്കിയാൽ. പി ഓഫ് സെയിം കളർ വരാനുള്ള ചാൻസുകൾ എന്തൊക്കെയാണ്? അതായത് എടുക്കുന്ന 3 പേര് എന്താവണം? ഒരേ കളറുള്ള ആൾക്കാരായിരിക്കണം. അപ്പോൾ ഏതൊക്കെ വരിക? 3 റെഡ് വരുമോ? 3 റെഡ് വരാൻ ചാൻസ് ഉണ്ടോ? ലോജിക്കൽ 3 റെഡ് വരാൻ ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി 2 റെഡേ ഉള്ളൂ. നമ്മൾ എടുക്കുന്നത് 3 ബോളല്ലേ. അപ്പോൾ റെഡ് 3 വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അത് ശ്രദ്ധിച്ചോളേ. ആ 2ന് പകരം 5 ബോളൊക്കെ 5 റെഡ് ആയിരുന്നെങ്കിൽ റെഡിനെയും കൂടി ഇവിടെ കയറ്റണമായിരുന്നു. മനസ്സിലായോ? ബ്ലൂവും ബ്ലാക്ക് മാത്രമേ വരുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ടേണിംഗ് പോയിൻ്റ് ആണ്. ആ റെഡിന് പകരം ഒരു 5 റെഡ് ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ റെഡിൽ നിന്ന് നമ്മൾ എടുക്കണമായിരുന്നു. മനസ്സിലായോ? ഇവിടെ 2 റെഡേ ഉള്ളൂ. കാരണം നമ്മൾ എടുക്കുന്നത് 3 ബോൾ എടുക്കുകയാണ് കേട്ടോ. 3 ബോളും സെയിം കളർ ആവണം എന്ന് പറഞ്ഞാൽ റെഡിനെ നമുക്കിനി എടുക്കാൻ പറ്റില്ല. റെഡിനെ കട്ട് ചെയ്തേക്ക്. കാരണം 2 റെഡ് അല്ലേ, 3 ഒരുമിച്ച് വരില്ല. പിന്നെ വരാനുള്ള ചാൻസ് എന്താണ്? പി ഓഫ് 3 ബ്ലൂ. 3ഉം ബ്ലൂ ആകാൻ ചാൻസ് ഉണ്ട്. ഓർ അത് മാത്രമൊന്നുമല്ല ചാൻസ്, വേണമെങ്കിൽ പി ഓഫ് 3 ബ്ലാക്ക് ആകാൻ ചാൻസ് ഉണ്ട്. സെയിം കളർ എന്ന് പറഞ്ഞാൽ 3ഉം ബ്ലൂ ആകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, എന്താണ്? 3ഉം ബ്ലാക്ക് ആകാനും ചാൻസ് ഉണ്ട്. ക്ലിയർ ആയോ? സെയിം കളർ ഇതല്ലേ ഓപ്ഷൻ. അപ്പോൾ ഓറാണ്, 2 കൂടി ആഡ് ചെയ്യാന്നാണ് മീനിങ് കേട്ടോ. അപ്പോൾ നോക്കുക, ഇതിൽ എന്തെഴുതാം? 3 ബ്ലാക്കിൽ ബ്ലൂ അല്ലേ, ബ്ലൂ ഓൾറെഡി 3 എണ്ണല്ലോ. അതിൽ 3 എടുക്കാത്ര 3C3/9C3 പ്ലസ് 3 ബ്ലാക്കിൽ നിന്ന് എത്ര എടുക്കുക? 3 ബ്ലാക്ക് എത്ര ഉണ്ട്? 4 എണ്ണല്ലേ. 4ൽ നിന്ന് 3 എടുത്തു 4C3/9C3. 3C4 എന്ന് പറയരുതേ. 4ൽ നിന്ന് 3 ബ്ലാക്ക് എടുക്കുന്നു കേട്ടോ. ഇത് 2ൻ്റെ ഡിനോമിനേറ്റർ ഒരുമിച്ചാക്കാം. എങ്ങനെ വെച്ചാൽ നിങ്ങൾ ചെയ്തോ. 3C3 പറഞ്ഞ 1 ആണ്. 1/9C3 പറഞ്ഞ 9 × 8 × 7/1 × 2 × 3 പ്ലസ് 4C3. ഇതിനേക്കാൾ എളുപ്പമേ കോമൺ ആക്കണേ, കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. 9C3 2ൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാം. 3C3 പ്ലസ് 4C3/9C3. ഓക്കെ. അപ്പോൾ ഈ 3 അടിയത്ത് 3 വെട്ടിക്കളെ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മനസ്സിലാവാൻ മുകളിൽ മാത്രം ചെയ്താൽ മതി. സ്റ്റെപ്പ് ഞാൻ കാണിക്കണേ. 3 × ഒരെണ്ണം കുറച്ച് 2 × 1/1 × 2 × 3 പ്ലസ് 4C3 എന്നല്ലോ. 4 × ഒരെണ്ണം കുറച്ചു 3 × ഒരെണ്ണം കുറച്ചു /1 × 2 × 3 9C3. സ്റ്റെപ്പ് 3 എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ എഴുതി കാണിക്കുകയാണ് കേട്ടോ. 9 × 8 × 7/1 × 2 × 3. അപ്പം നമുക്ക് ഈ 1 × 2 × 3 കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ എക്സാമിന് 3C3 എന്ന് പറഞ്ഞാൽ 3Cയുടെ ഫോമുല 3 × 2 × 1 പ്ലസ് 4 × 3 × 2/9 × 8 × 7 ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. സമയം അപ്പോൾ 6 പ്ലസ് ഇവിടെ എത്ര 2 3 6 6 + 24 30/9 × 8 × 7 വരും. 9ഉം 30 വെട്ടി മുകളിൽ 10 അല്ലേ, താഴെ 3 10 വീണ്ടും 2 വെട്ടി മുകളിൽ 5 5/3 12 × 7 84 വരും കേട്ടോ. 5/84 ആണ് ഓപ്ഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. 5/84 ചെക്ക് ചെയ്തോളെ. നിങ്ങൾ സ്വയം ക്യാൻസൽ ചെയ്ത് നോക്കട്ടെ. ഞാൻ പറയുന്നത് അതുപോലെ എഴുതി വയ്ക്കാതെ നിങ്ങൾ നമ്മുടെ മൈൻഡിനെ സെറ്റാക്കുക കേട്ടോ. നമ്മുടെ മൈൻഡിനെ അതിലേക്ക് കൊണ്ടുവരണേ. കാരണം നമ്മളിപ്പോൾ കാൽക്കുലേഷനൊക്കെ വിട്ട് നിൽക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് കാൽക്കുലേറ്റർ തന്നെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയതൊന്നുമില്ല. എങ്കിലും പറയാം, ഈ കൂടുതലായിട്ട് ഇപ്പോൾ സ്കൂളിലും പഠിപ്പിക്കാതെ അല്ലെങ്കിൽ കുറേ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരില്ലേ, നമ്മൾ മാക്സിമം കാൽക്കുലേഷൻ പവർ നമ്മുടെ കയ്യിൽ പോയിട്ടുണ്ടാവേ. അപ്പോൾ അത് ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഞാൻ ഇതേപോലെ ചെയ്തു തുടങ്ങിയത്. അല്ലെങ്കിൽ ഫുൾ എഞ്ചിനീയറിംഗ് മാത്സ് ഞാൻ കൂടുതൽ ട്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ അതിൽ ഫുള്ള് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടേ എഞ്ചിനീയറിംഗ് മാത്സ് അതുപോലെ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ നമുക്ക് കാൽക്കുലേറ്റർ നമ്മുടെ ഈ സാധാരണ അഡീഷനൊന്നും ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ
എനിക്ക് ഈ കാൽക്കുലേഷന് ഞാൻ കുറച്ച് വീക്കാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് +1 +2 ട്യൂഷൻ എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ സാധാരണ കൂട്ടി നോക്കി തുടങ്ങിയത് കേട്ടോ. ഓക്കെ, സ്കൂൾ ലെവലിൽ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അല്ലാത്തവർക്ക് കാൽക്കുലേഷൻ പവർ ബാക്കിലായിരിക്കേ ഒന്ന് തിരിച്ച് വരിക കേട്ടോ. കുറേ പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അത്രയും വലിയ മണ്ടന്മാരൊന്നുമല്ല നമ്മൾ കേട്ടോ, BSc മാത്സ് കഴിഞ്ഞവരല്ലേ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാനായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണ്. P of all are different color അതെന്തായിരിക്കും വരിക? ഓൾ ആർ ഡിഫറെൻറ്റ് കളർ. ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിച്ച് തരാൻ വേണ്ടി പറയുകയാണ്. ഇപ്പോൾ സെയിം കളറല്ലേ നമ്മൾ പറഞ്ഞേ, ഓൾ ആർ ഡിഫറെൻറ്റ് കളറാണെങ്കിലോ, ഓൾ ആർ ഡിഫറെൻറ്റ് കളർ ആവാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? അപ്പോൾ എന്തൊക്കെ വരാം ഡിഫറെൻറ്റ് കളറ്? ഒരു 3 നമ്മൾ എടുക്കുന്നത്, ഒരു റെഡ് വരണം, ഒരു ബ്ലൂ വരണം, ഒരു ബ്ലാക്കും വരണം അല്ലേ? സെറ്റല്ലേ? ഓൾ ആർ ഡിഫറെൻറ്റ് കളർ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഒരാൾ കമ്പൽസറി ആയിട്ട് റെഡ് ആവണം, ഒരാൾ ബ്ലാക്ക് ആവണം, ഒരാൾ ബ്ലൂ ആവണം. ശരിയല്ലേ അല്ലേ? അപ്പോൾ റെഡിൽ നിന്ന് ഒരാളെ എടുത്തു 2C1. അങ്ങനെ വരുമ്പോൾ പ്ലസ് അല്ല ആൻഡ് ആണ്, ഇൻറ്റു ആണ് വരിക കേട്ടോ. 3 തികച്ചെടുത്തപ്പോഴാണ് പ്ലസ് എഴുതിയത് അല്ലേ? നമ്മൾ നേരത്തെ ഓറായിരുന്നേ, അപ്പോൾ പ്ലസ് ഇട്ടു. ഇത് ആൻഡ് ആണ് വരിക കേട്ടോ. ഒരെണ്ണം റെഡ് ആവണം ആൻഡ്, അപ്പോൾ ഇൻറ്റു. അടുത്തത് ബ്ലൂ ആകണം, അത് 3 നിന്ന് ഒരാളെ എടുത്തു ആൻഡ് ഇൻറ്റു 4 നിന്ന് ഒരാളെ എടുത്തു ബൈ 9C3. ഇതാണ് ഓൾ ആർ ഡിഫറെൻറ്റ് കളർ എന്ന് പറഞ്ഞതിൻ്റെ മീനിങ്. ക്ലിയർ ആയോ? ഡൗട്ട് മാറിയോ? അപ്പോൾ നമ്മൾ എടുക്കുന്ന ഐറ്റം 3 ബോളല്ല എടുത്തത്, 3 ബോളും ഫിനിഷ് ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ പ്ലസ് ഇട്ടിട്ട് പോവുള്ളൂ. ഓക്കെ, 3 ബോൾ ഫിനിഷ് ആയില്ലെങ്കിലും ഇതിപ്പോൾ ഒരു ബോളല്ലേ എടുത്തുള്ളൂ, അപ്പോൾ അടുത്ത ബോൾ കൂടി വേണം അല്ലേ? അപ്പോൾ ഇൻറ്റു അടുത്ത ബോൾ എടുത്തു, ഇപ്പോൾ 2 ബോളായിട്ടുള്ളൂ. ഇൻറ്റു അടുത്ത ബോൾ എടുത്തോട്ട് അങ്ങനെ 3 ആക്കണ്ടേ? അപ്പോൾ ഈ 3 ആക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു ആയിട്ട് എടുക്കാം കേട്ടോ. ഇത് എത്ര മൾട്ടിപ്ലൈ ചെയ്യാം? 2 × 3 × 4 ബൈ 9C3 9 × 8 × 7 ബൈ 1 × 2 × 3. 3 വെട്ടി 3, 2 വെട്ടി 4, ഈ 4 വെട്ടി, ഇതും വെട്ടി. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ 2/7 അവിടെ കിടന്നായിരുന്നു കേട്ടോ. ഓക്കെ, 2/7 ഓപ്ഷനിൽ ഉണ്ടായിരുന്നു കേട്ടോ, 2/7. ക്ലിയർ അല്ലേ? അപ്പോൾ തൽക്കാലം സിമ്പിൾ പ്രോബ്ലം മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് പെർമ്യൂട്ടേഷനിലേക്ക് പോകണം. ജസ്റ്റ് ഇത് കൂടി പറഞ്ഞിട്ട് പോയാലോ? ഇത് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുറച്ചുണ്ട് ക്ലാരിറ്റി കിട്ടും, അതുകൊണ്ടാണ്. കുഴപ്പമില്ലല്ലോ. ഇത് ഒറ്റ പ്രോബ്ലം കൂടി ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി തിയറിത്തേക്ക് പോകാം. കഴിഞ്ഞു ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല ടീച്ചറെ, എണ്ണം കൂടി നോക്കണേ. നമ്മൾ 3 ബോക്സ് എടുത്തു, 3 കളർ എടുത്തു. എല്ലാ പ്രോബ്ലത്തിനും സെയിം എന്ന് വന്നാൽ പ്ലസ് അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ എടുക്കുന്ന ബോളുകളുടെ ആ ക്വാണ്ടിറ്റി ഇല്ലേ, 3 എടുത്തു. ആ 3ഉം എന്താണ്, എന്താ പറയുക, സെയിം കളർ എന്ന് വന്നു. സെയിം കളർ ആയതുകൊണ്ട് ആണ് കുഴപ്പമില്ല, ടീച്ചർ പറഞ്ഞത് കുഴപ്പമില്ല. പക്ഷേ എങ്കിലും അത് കൺസെപ്റ്റ് ചിന്തിക്കണേ, കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓറ് വരുന്ന കേസുകളാണ് നമ്മൾ സം എടുത്ത് കൊടുത്തത്, അല്ലാതെ സെയിം എന്നുള്ള വാക്ക് വന്നത് കൊണ്ട് സമ്മാക്കുന്നതല്ല. അങ്ങനെ പഠിക്കരുതേ. ഇതും അതും അങ്ങനെ ഓരോ ഓപ്ഷനല്ലേ. 3 ബ്ലൂ ആകാൻ ചാൻസ് ഉണ്ട്, ഓർ അല്ലേ 3 ബ്ലാക്ക് ആകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനല്ല, അങ്ങനെ അല്ലെങ്കിൽ എന്നുള്ള വാക്ക് അത് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്ലസ് ഇട്ട് പോകുന്നത്. മനസ്സിലായോ? ഇപ്പം ക്ലിയർ അല്ലേ? അപ്പം കാരണം ഈ സെയിം എന്നുള്ള വാക്ക് വെച്ചിട്ട് നമ്മൾ നോക്കി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും, മനസ്സിലായോ? അപ്പോൾ നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. എടാ, ഈ ഓറ് വരുന്ന കേസ് ആലോചിച്ചു, അതൊരിക്കലും തെറ്റില്ല. ഓറ് വരുമ്പോഴാണ് നമ്മൾ അഡീഷൻ തിയറത്തിക്ക് പോകണേ, മനസ്സിലായോ? യൂണിയൻ ബി എന്ന് വരുന്നത് യൂണിയൻ തന്നെയാണ് ഇതിൽ, പക്ഷേ ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല, മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. മനസ്സിലായോ? ബ്ലൂ വരുന്നത് ബ്ലാക്ക് വരുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അതിന് ഇൻ്റർസെക്ഷൻ ഇല്ലാത്തത്. ഓക്കെ, ശരിക്കും ഇതിലെല്ലാം ഓറ് വരുന്ന എല്ലാത്തിനും ശരിക്കും പറഞ്ഞാൽ അഡീഷൻ തിയറത്തിക്കാണ് നമ്മൾ പോകുന്നത്.
പക്ഷേ അതൊക്കെ ബ്ലൂ വരുന്ന ഒരു ഗ്രൂപ്പ്, ബ്ലാക്ക് വരുന്ന ഗ്രൂപ്പ്, ബ്ലൂവും ബ്ലാക്കും തമ്മിൽ ഇൻ്റർസെക്ഷൻ ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഓറിന് നമ്മൾ പ്ലസ് മാത്രം ഇട്ട് പോയത്. അത് കാർഡിൻ്റെ കേസിൽ വരുമ്പോൾ അത് വ്യത്യാസങ്ങൾ വരും. ഓക്കെ അല്ലേ? ഞാനത് മനസ്സിലാക്കാനേ ജസ്റ്റ് ഇതിലില്ലാത്തതിന് പ്രോബബിലിറ്റി അല്ല, ഈ പെർമ്യൂട്ടേഷൻ്റെ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ജസ്റ്റ് ഇതിലില്ലാത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ +1 പഠിപ്പിച്ചൊരു ക്വസ്റ്റ്യൻ, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പറയണേ. എന്താണ് 4 cards are drawn. ഓക്കെ, ഒരു +1 ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 കാർഡ് എടുക്കുന്നു. 4 cards are drawn at random from a well shuffled pack. അപ്പോൾ ടോട്ടൽ എത്ര ഔട്ട്കമായി? ജസ്റ്റ് ഇപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞാണ്. 52 നിന്ന് 4 കാർഡ് എടുത്തു, 52 C4. ഓക്കെ, അപ്പോൾ ഞാൻ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. P of all are same color എന്ന് ചോദിച്ചു. ടീച്ചർ ഇപ്പോൾ പറഞ്ഞത് ഒന്ന് ക്ലിയർ ആക്കി വിടാനാണ്. കാർഡിൽ നമ്മൾ 2 കളറിലുള്ളൂ, ബ്ലാക്കും 4 കാർഡാണോ 2 കാർഡാണെന്ന് ഓർമ്മയില്ല. ഓക്കെ, കുഴപ്പമില്ല. 52 C2 എന്ന് കണ്ടത്. ഓക്കെ, അല്ല 2 കളറല്ലേ എത്രയാണ്? അതല്ല, ഞാൻ വേറൊരു കാര്യം ആലോചിച്ചാൽ, ക്വസ്റ്റ്യൻ ഇത് തന്നെയല്ലേ എന്ന് ആലോചിച്ചാൽ. കുഴപ്പമില്ല, ഇത് വെച്ച് ചെയ്യാൻ പറ്റും, നോക്കാം. അപ്പം നമുക്ക് എടുക്കേണ്ടത് 4 കാർഡാണ്. അപ്പോൾ നമ്മൾ 4 cards ഡ്രോൺ ആണ് അല്ലേ, 4 കാർഡ് എടുക്കുന്നു. അപ്പോൾ അത് ബ്ലാക്കിൽ നിന്നും വരാൻ ചാൻസ് ഉണ്ട്, റെഡിൽ നിന്നും വരാൻ ചാൻസ് ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഓൾ ആർ സെയിം കളർ എന്ന് പറഞ്ഞാൽ 4 ബ്ലാക്ക് ആവാനും ചാൻസ് ഉണ്ട്, പ്ലസ് മനസ്സിലാവുമോ? ഓർന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 4 റെഡ് ആകാനും ചാൻസ് ഉണ്ട്. അതാണ് സെയിം കളറിന് മീനിങ്, ശരിയല്ലേ? അത് വരുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 26 ബ്ലാക്ക് ഉണ്ട് അല്ലേ, 26 ബാക്കിൽ നിന്ന് 4 എടുത്തു, പ്ലസ് 26 റെഡിൽ നിന്ന് 4 എടുത്തു. ഓക്കെ, ശ്രദ്ധിച്ചോളണേ, ഞാനിതിൽ പറയണേ. P of 2 black and 2 red എന്ന് പറഞ്ഞു എന്ന് വെച്ചു. അപ്പോൾ എന്താ വരിക? അപ്പോൾ പ്ലസ് ആണോ ഇൻറ്റു ആണോ വരിക? നമ്മൾ 4 കാർഡാണ് എടുത്തല്ലേ, നമ്മളെടുത്തത് 4 കാർഡാണ്. അപ്പോൾ 2 ബ്ലാക്ക് തന്നെ, 26 ബ്ലാക്കിൽ നിന്ന് 2 എടുത്തു എന്ന് വെച്ചോ. ഞാൻ ഡിനോമിനേറ്റർ കൊടുത്തില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയണേ. പക്ഷെ നമ്മളെടുത്ത് 4 കാർഡല്ലേ, ഇപ്പോൾ 2 ആയിട്ടുള്ളൂ. ഇനി 2 കൂടി തികഞ്ഞാലല്ലേ നമുക്ക് എന്ത് വരുള്ളൂ? ഫുള്ള് കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ, ശരിയല്ലേ? അതുകൊണ്ട് ഇൻറ്റു 26 C2 എന്ന് പറയണം. പറഞ്ഞ മനസ്സിലായോ? ഇവിടെ ആണെങ്കിൽ ബ്ലാക്ക് കംപ്ലീറ്റ് 4 എടുത്തു, അപ്പോൾ ഫിനിഷായ കേസിൽ പ്ലസ് ഇടണം. റെഡ് കംപ്ലീറ്റ്ലി 4 എടുത്തു, അതാണ് ഓർ എന്ന് പറഞ്ഞത്. റെഡിൽ നിന്ന് 4 എണ്ണമോ ഓർ ബ്ലാക്കിൽ നിന്ന് 4 എണ്ണമോ? ഇവിടെ അങ്ങനെയാണോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 റെഡ് ആൻഡ് കണ്ടോ 2 ബ്ലാക്ക് എന്നാണ്. അപ്പോൾ ഇൻറ്റു വരുന്നു. ഓക്കെ, ഒന്നുകൂടി കൺഫ്യൂഷൻ തീർക്കാൻ ഞാൻ ജസ്റ്റ് പറയണേ. P of all are സെയിം സ്യൂട്ട്, എല്ലാവരും സെയിം സ്യൂട്ടിൽ നിന്ന് വരണം. സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ പ്രോബബിലിറ്റിയുടെ സ്റ്റാർട്ടിങ് ക്ലാസ്സിൽ ഇടാം. നമുക്ക് 4 സ്യൂട്ടുകളാണ് കാർഡിലുള്ളത്. ഏതൊക്കെയാണ് 4 സ്യൂട്ടുകൾ? ഏതൊക്കെ 4 സ്യൂട്ടുകളാണ് വരിക? ഡയമണ്ട് എന്ന് പറയുന്ന സ്യൂട്ട്, ഹാർട്ട് എന്ന് പറയുന്ന സ്യൂട്ട്, പിന്നെ സ്പെയ്ഡ്, അതുപോലെ ക്ലാവർ അല്ലെങ്കിൽ ക്ലബ്, അങ്ങനെ 4 സ്യൂട്ടുകളാണുള്ളത്. ഒരു സ്യൂട്ടിൽ 13 കാർഡുകൾ ഉണ്ടാവും. അതിന് സ്യൂട്ട് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ, മനസ്സിലായോ? അപ്പോൾ മനസ്സിലായല്ലോ, ഒരു ഗ്രൂപ്പിൽ 13 ഉണ്ടാവേ. അപ്പോൾ ഓൾ ആർ സെയിം സ്യൂട്ട്, നമ്മളെടുത്ത 4 കാർഡും സെയിം സ്യൂട്ട് എന്നാവണം. എടുക്കുന്ന 4 പേര് എന്തിനാവണം? സെയിം സ്യൂട്ട് എന്നാകണം എന്ന് വെക്കുക. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? നമ്മളെടുത്തത് 13 സ്പേഡിൽ നിന്ന് 4 എടുത്തു, ഫിനിഷായോ? നമ്മൾ 4 കാർഡല്ലേ എടുക്കണുള്ളൂ. അപ്പോൾ ഇനി കാർഡ് എടുക്കാൻ പറ്റുമോ? അപ്പോൾ ഓറല്ലേ അടുത്ത ഓപ്ഷൻ അല്ലേ? അത് വരുമ്പോൾ പ്ലസ് ഇട്ടു. 13 ക്ലാവറിൽ നിന്ന് 4 എടുത്തു.
അല്ലേ? പ്ലസ് ഇട്ടു. 13 ഡയമണ്ടിൽ നിന്ന് 4 എടുക്കാം. ഓർ 13 ഹാർട്ടിൽ നിന്ന് 4 എടുക്കാം. ഇതെല്ലാം ഓറാണ് കേസുകൾ. ഇതല്ലെങ്കിൽ അത്, അല്ലെങ്കിൽ അത്, അല്ലെങ്കിൽ അത്. കണ്ടോ? അങ്ങനെ വരുമ്പോഴാണ് ഈ പ്ലസ് ഇട്ട് നമ്മൾ എഴുതുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയില്ലെങ്കിൽ ഇതുകൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആവും. പി ഓഫ് ഓൾ ആർ ഡിഫറെൻ്റ് സ്യൂട്ട്. എല്ലാവരും ഡിഫറെൻ്റ് സ്യൂട്ടിൽ നിന്നാവണം. അപ്പോൾ സ്പേഡിൽ നിന്ന് ഒരാളെ നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. മനസ്സിലായോ? നമുക്ക് എടുക്കേണ്ടത് ടോട്ടൽ 4 പേരല്ലേ? അല്ലേ? സ്പേഡിൽ നിന്ന് ഒരാളെടുത്തു. അപ്പോൾ ഫിനിഷായോ പ്രോബ്ലം? ഫിനിഷായിച്ചെങ്കിൽ പ്ലസ് ഇടാമായിരുന്നു. ഫിനിഷായോ? 13 നിന്നല്ലേ ഒരു കാർഡല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ, അല്ലേ? ഇനി ഇത്ര കാർഡ് കൂടി എടുക്കാനുണ്ട് നമുക്ക്. ഇനി 3 കൂടി എടുക്കണ്ടേ? അത് ക്ലബിൽ നിന്ന് ഒരെണ്ണം എടുത്തു. ഇപ്പം എത്ര കാർഡായി? 2 കാർഡല്ലേ ആയിട്ടുള്ളൂ, അല്ലേ? ഇനി ഇത്ര കാർഡ് കൂടി എടുക്കണം നമ്മൾ. ഡയമണ്ടിൽ നിന്ന് ഒരെണ്ണം കൂടി എടുത്തു. ഇപ്പോഴും ഫിനിഷായോ? ഇല്ല. ടോട്ടൽ 4 കാർഡ് എടുക്കണ്ടേ? നമ്മൾ എവിടെ നിന്ന് എടുത്തു? ഹാർട്ടിൽ നിന്നും ഒരെണ്ണം എടുത്തു. അങ്ങനെ വരുമ്പോൾ ഇൻറ്റു, ഓർ വരുമ്പോൾ പ്ലസ്. ഇപ്പോൾ ക്ലിയർ ആയോ പറഞ്ഞത്? ഇതിനൊക്കെ പ്രോബിലിറ്റി ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 56C4 കൂടി ഉണ്ടാവും. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഓക്കെ, ഞാനത് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഓക്കെ അല്ലേ ടീച്ചറെ? ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. എങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ഇപ്പം ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. നല്ലതുപോലെ ഇടകലർത്തിയ 52. ഇത് ജസ്റ്റ് എഴുതുന്നുണ്ട്. ഇത് നമുക്ക് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലുള്ള ക്വസ്റ്റ്യനാണ്. ഞാനിതിൻ്റെ കൂടെ പറഞ്ഞെന്നുള്ളൂ. കോമ്പിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ അത്. ആ ചാപ്റ്റർ +1 കിടക്കുന്ന ഒരു എക്സാമ്പിളാണ്. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്നുള്ള +1 ചാപ്റ്ററിൽ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അതിൽ പ്രോബബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. ഫൈൻഡ് ദി നമ്പർ ഓഫ് വേസ് ദാറ്റ് 4 cards ആർ സെലക്ടിങ് എന്നൊക്കെയാണ് ചോദിക്കുക കേട്ടോ. ഇവിടെ ഫൈൻഡ് ദി പ്രോബബിലിറ്റിക്ക് പകരം അവിടെ ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് എന്നാണ് ചോദിക്കുക കേട്ടോ. യെസ്, ഈ ക്വസ്റ്റ്യൻ നോക്കാം. നല്ലതുപോലെ ഇടകലർത്തിയ ഒരു 52 കാർഡിൽ നിന്ന് 7 കാർഡുകൾ എടുക്കുന്നു. അവിടെ നോക്കണേ, 52 നിന്ന് നമ്മൾ 7 എണ്ണത്തിന് എടുക്കുന്നു. 7 കാർഡ്സ് ആർ ഡ്രോൺ അറ്റ് റാൻഡം. ഈ 7 കാർഡുകളിൽ താഴെ പറയുന്നവ ഉണ്ടാകാനുള്ള സാധ്യത കണ്ടുപിടിക്കുക. ഈ 7 കാർഡുകളിൽ താഴെ പറയുന്ന ആൾക്കാർ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ഓക്കെ അല്ലേ? അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ പാർട്ട്. അതിന് മുമ്പ് ടോട്ടൽ ഔട്ട്കം എഴുതണേ. എത്രയാണ് ടോട്ടൽ ഔട്ട്കം വരിക? 52 പേരിൽ നിന്ന് 7 പേര് നമ്മൾ എടുക്കുന്നു. മനസ്സിലായോ? 52 പേരിൽ നിന്ന് 7 എടുക്കാനുള്ള ചാൻസ് എത്രയാണ്? 52C7. ഇപ്പം ഏകദേശം അത് ക്ലിയർ ആയ കോമ്പിനേഷൻ എന്താണെന്ന്? 52 നിന്ന് 7 പേരെടുക്കാൻ ടോട്ടൽ ചാൻസ് എത്രയാണ്? 52C7. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ താഴെ പറയുന്നവ ഉണ്ടാകാനുള്ള സാധ്യതയുടെ ഈ 52C7 എന്താ പറയുക, പ്രോബബിലിറ്റി ഓഫ് എല്ലാ രാജാവും ഇതിലുണ്ടാവണം. എല്ലാ രാജാവും, അതായത് ഓൾ ആർ കിങ് എന്നല്ല, എല്ലാ കിങ്ങും ഇവിടെ ഉണ്ടാവണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓൾ ആർ കിങ് എന്നല്ല. 7 പേരിലെ ടോട്ടൽ 4 കിങ്ങേ ഉള്ളൂ അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഓൾ ആർ കിങ് എന്ന് പറയാൻ പറ്റില്ല. 4 കിങ്ങും അതിൻ്റെ ഉള്ളിലുണ്ടാകാനുള്ള സാധ്യത എന്തെന്നാണ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കണേ. ഈ 7ൽ 4 പേര് കിങ് ആവണം, അതിനുള്ള സാധ്യത എന്ത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കിങ് എത്ര ഉണ്ട് മനസ്സിലായോ? ഇതിൻ്റെ ഉള്ളിൽ 4 കിങ് വരണം. ബാക്കിയുള്ളവർ 4 കിങ് വരണം. ടോട്ടൽ എത്ര പേര് നമ്മൾ എടുക്കുന്നു? 4 കിങ് എടുത്ത പ്രോബ്ലം തീർന്നോ? ഇല്ല അല്ലേ? നമ്മൾ 7 പേരെടുക്കണ്ടേ? അപ്പോൾ 4 കിങ്ങും ബാക്കി 3 പേര് ആരായിരിക്കണം? നോൺ കിങ് ആയിരിക്കണം. കിങ് അല്ലാത്തവരിൽ നിന്ന് എടുക്കണം. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? അപ്പോൾ 4 കിങ്ങിൽ നിന്ന് നമ്മൾ 4 പേരെ എടുത്തു. മനസ്സിലായോ? ടോട്ടൽ 4 കിങ്ങേ ഉള്ളൂ അല്ലേ? ഓരോ കാർഡുകളും 4 എണ്ണം വെച്ചിട്ടുള്ളൂ കേട്ടോ. 4 കിങ്ങിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ് കാണണേ. ഓക്കെ, 4 കിങ്ങിൽ നിന്ന് 4 പേരെടുത്തു. ഇൻറ്റു ബാക്കി 3 പേര് എവിടുന്ന് വരണം? നോൺ കിങ്, കിങ് അല്ലാത്തവരിൽ നിന്ന് വരണം. അപ്പോൾ കിങ് അല്ലാത്തവർ എത്ര പേരുണ്ടാവും? 14
48 അല്ലേ. 52-ൽ 4 പേര് കിങ് ആണെങ്കിൽ ബാക്കി എല്ലാവരും കിങ് അല്ലാത്തവർ. ബാക്കി 48 പേരിൽ നിന്നാണ് നമ്മൾ 48C3 ഡിവൈഡഡ് ബൈ 52C7. അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട, സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. പി ഓഫ് 3 കിങ്, അതിൽ 3 പേര് കിങ് ആവണം. നിങ്ങളതിനെ പറഞ്ഞോ, ഞാൻ പറയുന്നില്ല. എന്തായിരിക്കും ആൻസർ പറയുക? 3 പേര് കിങ് ആവണം. സ്പീഡ് കൂടുതലുണ്ടോ? എടുക്കുന്ന 4 കിങ്ങിൽ 3 പേരെ നമ്മൾ കിങ്ങിൽ നിന്ന് എടുക്കുന്നുള്ളൂ. ബാക്കി 4 പേര് അതാരായിരിക്കണം? ബാക്കി 4 പേര് 48-ൽ നിന്ന് 4 എടുക്കണം കേട്ടോ, ബൈ 52C7. ഇത് ഞാൻ സിംപ്ലിഫൈ ചെയ്യണ്ടല്ലോ, നിങ്ങൾ ചെയ്യണം അല്ലേ? ഓക്കെ അല്ലേ? നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, സമയം കുറച്ചെടുക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, വേറെ ഒന്നുമില്ല, വെട്ടിക്കളയണമെന്നുള്ളൂ കേട്ടോ. 52 × 51 × അങ്ങനെ ചെയ്താൽ മതി. ഇനി സിംപ്ലിഫിക്കേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ എങ്ങനെ ചെയ്യാം? 4C4 1 ആയിപ്പോയി, അത് കഴിഞ്ഞു. ഓക്കെ, 48C3 പറഞ്ഞാൽ 48 × 47 × 3 പേരിടാ 46/1 × 2 × 3 ബൈ ഇതെത്ര വരിക? 52 × 7 പേര് എഴുതണേ. 52 × 51 × 50 കുറച്ച് പണിയാണല്ലോ. ഓക്കെ, 49 × 48 × 47 × 46 എത്രയാണ്? 1 2 3 4 5 6 7 47 വരെ ഉള്ളോ? 1 2 3 4 5 6 7 46 വരെ അല്ലേ? ഓക്കെ, 46 വരെ ഉണ്ട്, 7 പേര് ബൈ 1 × 2 × 3 × 4 × 5 × 6 × 7. ഓക്കെ, അപ്പോൾ ഈ 48 47 46 വെട്ടിക്കളഞ്ഞു കേട്ടോ. 1 2 3 വെട്ടിക്കളഞ്ഞു. ഇനി ഇത് തിരിച്ചിട്ട് കുടിക്കണം അല്ലേ? ഇത് ഇത്രയും ന്യൂമറേറ്ററിക്ക് പോവേ. ഒരു സ്റ്റെപ്പ് ഒന്ന് എഴുതാം. 4 × 5 അല്ലേ? തിരിച്ചിട്ട് കുടിക്കാൻ 4 × 5 × 7 ന്യൂമറേറ്ററിലേക്ക് പോകും ബൈ 52 × 51 × 50 × 49. ഒരെണ്ണം വിട്ടുപോയി അല്ലേ? സോറി, 6 × 7 ഉണ്ട്. 4 × 5 × 6 × 7 ഉണ്ട്. ഓക്കെ, അപ്പോൾ വെട്ടികളെ 7ഉം 49ഉം വെട്ടി, താഴെ ഇവിടെ 7 അല്ലേ? പിന്നെന്താ? 5ഉം 50ഉം വെട്ടി, ഇവിടെ 10. പിന്നെ എത്രയാ? 52. 52 4ഉം വെട്ടി, ഇതെത്രയാ? 1 12 ബാക്കി ഒരു പ്രാവശ്യം 12-ൽ 3 13 അല്ലേ? ഇനി വെട്ടാളത് എന്താ? 6ഉം 10ഉം വെട്ടി, ഇവിടെ 5 വരും അല്ലേ? മുകളിൽ 3. ഇനിയൊന്നും പോവില്ലല്ലോ. ന്യൂമറേറ്റർ 3 മാത്രമല്ലേ? 3ഉം 51ഉം വെട്ടാം. ഓക്കെ സോറി, 3ഉം 51ഉം വെട്ടാം കേട്ടോ. അവിടെ ഒരു പ്രാവശ്യം ബാക്കി 21-ൽ 7. അപ്പോൾ ആൻസർ ഇങ്ങനെയാണ് വന്നേക്കണം. 1/13 × 17 × 5 × 7. ശ്രദ്ധിച്ചോളണം, ഇങ്ങനെയൊക്കെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കഷ്ടപ്പാടുണ്ട് കേട്ടോ. ആ സമയത്ത് കൺഫ്യൂഷനായിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷനൊക്കെ മറന്നു കൂട്ടാം. ഓക്കെ, ശ്രദ്ധിക്കുക, ടെൻഷനില്ലാണ്ട് ചെയ്യാടാ, കൂളായിട്ടിരുന്ന് ചെയ്യുക. അങ്ങനെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ കറക്റ്റായിട്ട് ഉറപ്പിച്ച് പോകട്ടെ, അങ്ങനെ ഷോർട്ട് കട്ടൊന്നും ചെയ്യാതെ ആ സമയത്ത് കറക്റ്റായിട്ട് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ 13 × 7 35 അല്ലേ? 17 × 35 3 ചെയ്യുക, പെട്ടെന്നായിക്കോട്ടെ. എത്ര വന്ന്? 1 ആൻസർ എന്താണ്? 1/7735. ഓക്കെ, ഇത് ഞാൻ എക്സാമിന് ഇട്ടൂല്ലേ ഈ ക്വസ്റ്റ്യൻ? ഇതിലേതൊരു ക്വസ്റ്റ്യൻ ഞാൻ അന്ന് എക്സാമിന് ഇട്ട് തോന്നുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ചത്തെ എക്സാം ഞാൻ അതിൻ്റെ ആൻസർ കീ അയച്ചെന്നില്ല, അതാ. ഈ 7735 കണ്ടപ്പോൾ എനിക്കൊരു ഓർമ്മ. ഓക്കെ, അടുത്തത് 3 രാജാവ് ഇതുപോലെ തന്നെയാണ് ചെയ്ത് നോക്കണേ. ഓക്കെ, വീട്ടിൽ നിന്ന് ചെയ്താൽ മതി കേട്ടോ. എത്ര വരിക?
വർക്കൗട്ട് ചെയ്ത് നോക്കിക്കോളെ, വെട്ടിക്കളഞ്ഞ് ശീലിക്കുക കേട്ടാ. ക്യാൻസൽ ചെയ്ത് പഠിക്കുക. നിങ്ങൾ പഠിച്ചോളൂ കേട്ടാ. പി ഓഫ് 3 കിങ്, 3 കിങ് വരാൻ എന്താ ചെയ്യുക? 4 കിങ്ങിൽ നിന്ന് 3 ആൾക്കാരെടുത്തു, ബാക്കി 48 പേരിൽ നിന്ന് 4 ആൾക്കാരെടുത്തു. 52 C7. അത് എത്രയെന്ന് കണ്ടുപിടിക്കുക കേട്ടാ. ക്ലിയർ അല്ലേ? അടുത്തത് കൂടി നോക്കാം. പരമാവധി കുറഞ്ഞതാണ്, പരമാവധി അല്ല, കുറഞ്ഞത് 3 രാജാവ് വരാനുള്ള സാധ്യത. കുറഞ്ഞത് 3 രാജാവ് കേട്ടോ. കുറഞ്ഞത് 3 രാജാവ് വരാനുള്ള സാധ്യത. കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ മിനിമം 3 രാജാവ്. പറഞ്ഞു മനസ്സിലായോ? ശ്രദ്ധിച്ചോളണേ, വാക്ക് മലയാളമാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. കുറഞ്ഞത് ഇംഗ്ലീഷിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് സുഖമല്ലേ. എൻ്റെ മലയാളമൊക്കെ മറന്നുപോയി. ഞങ്ങളുടെ കോമഡി, ഞങ്ങളെ HSD ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഭയങ്കര കോമഡികളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കൂടെ വർക്ക് ഉള്ള സാറിന് മലയാളത്തിൽ ഒരു ലെറ്റർ എഴുതിയപ്പോൾ മാറിപ്പോയി. അവർ ഇൻ്റർവ്യൂ ബോർഡിലിട്ട് നമ്മളെ കഷ്ടപ്പെടുത്തി എന്നൊക്കെ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മലയാളമൊക്കെ എഴുതി പഠിച്ചോളൂ. ഓക്കെ. കുറഞ്ഞത് 3 രാജാവ്. അതിൻ്റെ മലയാളം ഇംഗ്ലീഷ് കേൾക്കാണ് നമുക്ക് നല്ലത്. മിനിമം 3 കിങ്. അതിൻ്റെ അർത്ഥമാണ് എന്ത്? അറ്റ്ലീസ്റ്റ് 3 കിങ്. അപ്പോൾ കുറഞ്ഞത് എന്ന് ഉദ്ദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് എന്നാണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിങ്ങിൻ്റെ എണ്ണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ശ്രദ്ധിക്കുക, കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കേട്ടോ. പരമാവധി എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റും, മറക്കരുത്. ഓക്കെ. പരമാവധി 3 കിങ് എന്ന് പറഞ്ഞാൽ മാക്സിമം 3 കിങ് വരാൻ പാടുള്ളൂ. അതിൻ്റെ താഴോട്ട് എന്നാണ് മീനിങ്. ഓക്കെ. കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ 3 അതിൽ കൂടുതൽ എന്നാണ് മീനിങ് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ എന്തൊക്കെ വരാം? 3 കിങ്ങും വരാം, പ്ലസ് 4 കിങ്ങും വരാം. എന്തുകൊണ്ട് 5 കിങ് വരാത്ത? 3 കൂടുതലല്ലേ 5ഉം? 5 കിങ് വരാത്ത എന്തുകൊണ്ടാണ്? സ്വാഭാവികമായിട്ട് ഡൗട്ടല്ലേ? 5 കിങ്ങില്ല അല്ലേ. ടോട്ടൽ 4 കിങ്ങേ ഉള്ളൂ നമ്മുടെ കയ്യിൽ അല്ലേ. അപ്പോൾ അതുകൊണ്ട് 5 കിങ് വരില്ല, 3 കിങ്ങോ 4 കിങ്ങോ വരാം. 3 കിങ് വരാൻ നേരത്തെ സാധനം, അതായത് നേരത്തെ 2 എണ്ണം കൂടി കൂട്ടാ. 3 കിങ് വരാനുള്ള ഓപ്ഷൻ എന്താണ്? 4C3 ഇൻറ്റു 48 C4 ബൈ 52 C7 പ്ലസ് 4C4 പ്ലസ് 48 ഇൻറ്റു 48 C3 ബൈ 52 C7 കേട്ടോ. ഇത് നിങ്ങൾ കണ്ടുപിടിച്ച് ചെയ്തോളൂ കേട്ടോ. ഇതിൽ ഡിനോമിനേറ്റർ ഒറ്റ ഡിനോമിനേറ്റർ ആക്കാണ് നല്ലത് തോന്നുന്നു കേട്ടോ. ഓക്കെ. ഈ ഓപ്ഷൻ എയുടെ ഓപ്ഷൻ ബിയുടെ ആൻസർ തമ്മിൽ കൂട്ടിയാൽ മതി. ഓക്കെ. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും തമ്മിൽ കൂട്ടുന്നതാണ് കേട്ടോ. 4 രാജാവും 3 രാജാവും ഇല്ലേ ഓപ്ഷൻ അല്ലേ, അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. അപ്പോൾ നമുക്ക് മറ്റേ പെർമ്യൂട്ടേഷൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് എത്തിയില്ലെന്ന് നാളെ എടുത്താൽ മതിയില്ല, കുഴപ്പമില്ല. നാളെ നമുക്ക് ക്ലാസ് വെച്ചാലോ? സാറ്റർഡേ കുഴപ്പമില്ലല്ലോ. നമുക്കിനി ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് ആക്കണ്ട, ഇനി കുറച്ച് ദിവസം എണ്ണം കൂട്ടാം. അപ്പോൾ നാളെ എടുക്കാം ബാക്കി. ഞാൻ നോട്ട് ചെയ്ത് വെച്ചത്, അത് കുറച്ച് സ്ലോവിൽ പറയേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു ബേസ് കെട്ടിക്കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഇനി അത് പഠിക്കാൻ എളുപ്പമായിരിക്കും. മനസ്സിലായോ? കുറച്ച് പ്രോപ്പർട്ടീസിൻ്റെ അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇത് ഞാൻ നമ്മുടെ റിസർച്ച് ഓഫീസറുടെ പ്രോബ്ലം എക്സാം എഴുതിയപ്പോഴേ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ക്വസ്റ്റ്യൻ. റിസർച്ച് ഓഫീസർ എന്ന പോസ്റ്റില്ലേ, അതിൽ ഈ സാധനമല്ലേ, കണ്ടോ ഈ സാധനം, ഈ സാധനം C0, C1, C2, C3 അന്ന് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. ഓക്കെ. ഈ സാധനം ഇതില്ലേ, കണ്ടോ സ്ക്രീനിൽ കാണുന്നില്ലേ? ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ റിസർച്ച് ഓഫീസറിൻ്റെ പ്രോബ്ലത്തിൽ. ഏതോ ഒരു വർഷം, ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. കണ്ടോ C0 വേറെ ഒന്നുമില്ല, ഈ പെർമ്യൂട്ടേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് കേട്ടോ. ഓക്കെ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം, നാളെ കാണാം, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇന്ന് പറഞ്ഞൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് കയ്യിലുണ്ടോ? നമ്മുടെ +1 ബുക്കിൽ എടുക്കുന്നുണ്ട്.
ഓക്കെ. ഞാൻ അയച്ചെന്ന PDF ഇല്ലേ, അതിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി വെക്കാം. ക്ലിയർ? അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ.